എല്ലാവർക്കും നമസ്കാരം. പയ്യന്നൂർ ജനസഭയിലെ നേതാവിനൊപ്പം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് CPM-ന്റെ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷാണ്. പി സന്തോഷ് പയ്യന്നൂർ നഗരസഭ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പയ്യന്നൂർ ഏരിയയുടെ പരിധിയിൽ വരുന്ന കരുവള്ളൂർ പെരളം പഞ്ചായത്ത്, രാമന്തലി പഞ്ചായത്ത്, അതുപോലെ തന്നെ നഗരസഭ എന്നാണ് ഞാൻ കരുതുന്നത്. അതിലെന്ത് വ്യത്യാസമുണ്ടെങ്കിൽ അദ്ദേഹം പറയും. നമ്മൾ പ്രധാനമായിട്ടും ഊന്നുന്നത് പയ്യന്നൂർ നഗരസഭയിലെ ഭരണവുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അത്തരം വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് തേടുന്നത്. ഇപ്രാവശ്യം സന്തോഷം, നമസ്കാരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തം നിലക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പറയാമാണെങ്കിൽ പറയാം. ഇത്തവണ എന്നതല്ല, ഇന്നത്തെ പോലെയും പയ്യന്നൂർ നഗരസഭയും കരുവള്ളൂർ പെരളം പഞ്ചായത്തും രാമന്തലി പഞ്ചായത്തും ഇടതുപക്ഷം ഭരിക്കും. അതിൽ കരുവള്ളൂർ പ്രതിപക്ഷം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിക്കാരോട് അവകാശപ്പെടുന്നില്ല. രാമന്തളി ഒരർത്ഥത്തിൽ ഭാഷാപരമായിട്ട് ജനാധിപത്യത്തിൽ ശരിയല്ല, എന്നാലും ഒരർത്ഥത്തിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഭാഷാ പ്രയോഗം എടുത്താൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ രാമന്തളി ഞങ്ങൾ അധികാരത്തിൽ വരും. പയ്യന്നൂർ നഗരസഭയിലാവട്ടെ UDF-ന് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള സീറ്റ് പോലും കിട്ടാൻ സാധ്യതയില്ല എന്നാണ് അവർ പറയുന്നത്. പയ്യന്നൂർ നഗരസഭയിലേക്ക് പ്രത്യേകമായിട്ട് വരുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം, സാധാരണ പയ്യന്നൂർ നഗരസഭയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മത്സരിപ്പിക്കാറുണ്ട്. ഞങ്ങൾ ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള ആളുകളാണ് ഞങ്ങളുടെ പാനലിൽ. 2 ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മത്സരിക്കുന്നു, നിരവധി ലോക്കൽ കമ്മിറ്റിയുടെ സഖാക്കൾ മത്സരിക്കുന്നു. പ്രധാനപ്പെട്ട നേതൃതലത്തിൽ നിൽക്കുന്ന ആളുകളാണ് സാധാരണ മത്സരിക്കാറ്. UDF-ൻ്റെയും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ അവരെ അങ്ങനെ കുറ്റം പറയില്ല. അവരും എല്ലാ കാലത്തും പ്രധാനപ്പെട്ട നേതാക്കന്മാർ മത്സരിക്കാറുണ്ട്. ചിലർ ജയിക്കാറുണ്ട്, ചിലർ പരാജയപ്പെടാറുണ്ട്. പക്ഷെ ഇത്തവണ പ്രതിപക്ഷ നേതാവാകുന്നതിന് വേണ്ടി ഒരു പ്രധാനപ്പെട്ട നേതാവ് പോലും പയ്യന്നൂർ നഗരസഭയിൽ UDF-ന് മത്സരിക്കാൻ തയ്യാറല്ല. കഴിഞ്ഞ തവണ ബ്ലോക്ക് പ്രസിഡന്റ് മത്സരിച്ചിരുന്നു 38-ാം വാർഡ്, 8 നിലയിലാണ് പൊട്ടിയത്. നേതാക്കന്മാർ മത്സരിച്ചാൽ അവരെല്ലാം തോറ്റുപോകുമെന്നുള്ള ഭീതിയിൽ ഇത്തവണ നേതൃനിലത്തിൽ നിൽക്കുന്ന ഒരാൾ മത്സരിക്കുന്നില്ല. ആ തരത്തിലേക്ക് UDF പയ്യന്നൂർ മാറുകയാണ്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ മത്സരിക്കുന്ന ആളുകളെല്ലാം മോശക്കാരാണ് എന്നൊന്നല്ല ഞങ്ങൾ പറയുന്നത്. പക്ഷേ സംഘടനാ നേതൃതലത്തിൽ നിൽക്കുന്ന ആളുകൾ മത്സരിക്കാൻ ധൈര്യപ്പെടുന്നില്ല പയ്യന്നൂർ നഗരസഭ. ഇത് കാണിക്കുന്നത് പയ്യന്നൂരിൽ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുമ്പോൾ തന്നെ UDF അതിൻ്റെ നേതൃത്വം പരാജയം സമ്മതിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പയ്യന്നൂരിലെ ഒരു വിജയത്തിനെ സംബന്ധിച്ച് ഒരു തർക്കവുമില്ല. പയ്യന്നൂർ നഗരസഭയിൽ ഇടതുമുന്നണിയുടെ ഭരണം നല്ല ഭൂരിപക്ഷത്തിൽ തുടരും. കാരണം വികസന പദ്ധതികൾ ജനങ്ങളുടെ ഒരു സങ്കല്പം അനുസരിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ താങ്കൾ സംസാരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ മീഡിയ പാർട്ണർ, പയ്യന്നൂർ ജനസഭ എന്ന് പറയുന്ന പരിപാടിയുടെ മീഡിയ പാർട്ണർ പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ബെസ്റ്റ് ബർഗ് എന്ന് പറയുന്ന ഒരു പുതിയ രുചിഭേദം പയ്യന്നൂരിന് പരിചയപ്പെടുത്തുന്ന ഒരു പ്രസ്ഥാനവും ഒരു സ്ഥാപനവും പയ്യന്നൂരിൽ വരുന്നു. ഈ 2 പേരാണ് പയ്യന്നൂരിലെ ജനസഭ എന്ന് പറയുന്ന നേതാവിനൊപ്പം എന്ന പരിപാടിയുടെ മീഡിയ പാർട്ട്നേഴ്സ്. അവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, താങ്കൾ ആമുഖമായിട്ട് താങ്കളുടെ പാർട്ടിയുടെ LDF-ന്റെ പ്രതീക്ഷകളൊക്കെ കുറിച്ച് പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ വെച്ചു പുലർത്തിയിട്ടുള്ള ഒരു ജാഗ്രത വളരെ പ്രധാനപ്പെട്ടതാണ് എന്നത് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ അടക്കമുള്ള ആളുകളെ താങ്കൾ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. തങ്ങളുടെ നേതൃത്വത്തിൽ LDF നിയോഗിച്ചിട്ടുണ്ട്. LDF-ന്റെ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചുമതലക്കാരൻ എന്നുള്ള രീതിയിൽ അത് താങ്കൾ ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, UDF വളരെ വ്യക്തമായിട്ട് താങ്കൾ പറഞ്ഞു അവിടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവരോട് AP നാരായണനോട്, സഹദുള്ള പോലുള്ള നേതാക്കന്മാരോട് നേതാവിനൊപ്പം എന്ന പരിപാടിയിൽ ചോദ്യം ഉന്നയിച്ച സമയത്ത് അവർ തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലാണ്. അത് ഒരു പ്രോഗ്രാമിൽ ചോദിക്കുന്ന സമയത്തല്ല, രഹസ്യമായി ഓരോ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുന്ന സമയത്തും കോൺഗ്രസ് ക്യാമ്പിൽ, UDF ക്യാമ്പിൽ വലിയ പ്രതീക്ഷയാണ് പയ്യന്നൂർ നഗരസഭയെക്കുറിച്ച് അവർക്കുള്ളത്. അവർ പറയുന്നത് ഇത്തവണ ഭരണം പിടിച്ചിരിക്കും. നമ്മളുടെ നേതാക്കന്മാർ മത്സരിക്കാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല,
മറിച്ച് നമ്മൾക്ക് ചില സീറ്റുകളിൽ പിന്നെ ജനറൽ സീറ്റുകളിൽ സ്ത്രീകളെ അടക്കം അവർ തുടരട്ടെ എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് അവർ പറയുന്നത്. അവർ ഭരണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ ഒരുപാട് 1, 2, 3, 4 കാരണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അവർ ഭരണം പിടിക്കും എന്ന് പറയുന്നതിനെ കുറിച്ച് എന്താണ് അഡ്വക്കേറ്റ് പി സന്തോഷിന് പറയാനുള്ളത്? അല്ല, സാധാരണ ഒരു നാട്ടുപ്രയോഗം കടമെടുത്താൽ സ്വപ്നം കാണുമ്പോൾ ഒരു കാലിച്ചോറ് സ്വപ്നം കാണണ്ട, ഒരു ഫുൾ പീസ് ബിരിയാണി തന്നെ സ്വപ്നം കാണാം. ആ അർത്ഥത്തിൽ മാത്രമേ ഞാൻ അവരെ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ ഒന്നുമല്ല. പയ്യന്നൂരിൻ്റെ രാഷ്ട്രീയ മനസ്സ് അറിയുന്ന ഒരാളും ഇങ്ങനത്തെ ഒരു അവകാശവാദം പുറത്തില്ല. പിന്നെ താങ്കൾ പറഞ്ഞൊരു കാര്യത്തിൽ എനിക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഒരു നേതൃത്വത്തോട് പരസ്യമായി ചോദിക്കുകയും രഹസ്യമായി ചോദിക്കുമ്പോൾ രണ്ടഭിപ്രായം പറയാമെന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശീലമല്ല. ഞങ്ങൾക്ക് പരസ്യമായി നിങ്ങൾ ചോദിച്ചാലും രഹസ്യമായി താങ്കൾ ചോദിച്ചാലും ഞങ്ങൾക്കുള്ള ഒരു മറുപടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പയ്യന്നൂർ നഗരസഭയിൽ നല്ല ക്ലിയർ കട്ട് മെജോറിറ്റി നേടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു തലമെന്ന് പറയുന്നത് പയ്യന്നൂരിൻ്റെ ഒരു പൈതൃകമുണ്ട്, ഒരു ഇടതുപക്ഷ മനസ്സുണ്ട്. മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായി പയ്യന്നൂർ രാഷ്ട്രീയ മനസ്സുണ്ട്. ആ രാഷ്ട്രീയ മനസ്സ് ഇടതുപക്ഷത്തിൻ്റെതാണ്. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ തലം. രണ്ടാമത്തത്, കഴിഞ്ഞ കാലങ്ങളിൽ പയ്യന്നൂർ നഗരസഭയിൽ നടപ്പാക്കിയിട്ടുള്ള വികസന കാര്യങ്ങൾ, അതിൽ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ. അത് പറയുമ്പോഴും ഞങ്ങൾ ഒരു കാര്യം കാണുന്നത്, പയ്യന്നൂരിലെ ജനങ്ങൾ പഴയതുപോലെയല്ല കേരളത്തിൽ വേറെ ഏത് സ്ഥലത്ത് ജനങ്ങളെപ്പോലെ. കാരണം പഴയ കാലത്ത് നമ്മളൊക്കെ ഒരു ലോകരാജ്യങ്ങൾ അറിഞ്ഞത് വായനയിലൂടെ, ഇപ്പോൾ എസ് കെ പൊറ്റക്കാടിൻ്റെ മറ്റ് ആളുകളുടെ എഴുത്തിലൂടെയാണ്, യാത്രാ വിവരണങ്ങളിലൂടെയാണ് ലോകരാജ്യങ്ങൾ നമ്മൾ കണ്ടത്. നമ്മൾ അത് വായിച്ചൊരു ഇമാജിൻ ചെയ്യുക, നമ്മൾ സങ്കല്പിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ, പുതിയ തലമുറ, നമ്മൾ ഉൾപ്പെടെ എല്ലാ ആളുകളും വായിച്ചിട്ടല്ല ലോകരാജ്യങ്ങൾ കാണും. മറിച്ച് ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ ഗാഡ്ജറ്റിലൂടെ ഏത് ലോകത്ത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന തരത്തിൽ സാങ്കേതികവിദ്യ മാറിയിട്ടുണ്ട്. അങ്ങനെ മാറിയിട്ടുള്ള ഒരു തലമുറ പയ്യന്നൂരിലും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അവരാഗ്രഹിക്കുന്നത് പോലെ പയ്യന്നൂർ മാറിയിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളിപ്പോൾ 10-35 കൊല്ലമായി നഗരഭരണത്തിൽ നേതൃത്വം കൊടുക്കുന്നു. പക്ഷേ എന്നിരുന്നാലും അക്കാര്യത്തിൽ ഞങ്ങൾ പറയുന്നൊരു ഭാഗം, പയ്യന്നൂരിലെ ആളുകൾ, പുതിയ തലമുറയൊക്കെ ആഗ്രഹിക്കുന്ന, ലോകം കാണുന്ന പുതിയ തലമുറ ആഗ്രഹിക്കുന്ന തരത്തിൽ ലോകത്തിലെ വിവിധ സിറ്റികൾ, അതിൻ്റെ തലത്തിലേക്ക് പയ്യന്നൂർ വരണത്രേ. അങ്ങനെ വരേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായത്തെ ഞങ്ങൾ ജനാധിപത്യപരമായിട്ട് അത് ഞങ്ങൾ അംഗീകരിക്കുക. അങ്ങനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടക്കും. പ്രത്യേകിച്ച് ഒരു പരിമിതമായ ഓൺ ഫണ്ട്, പിന്നെ സംസ്ഥാന ഗവൺമെൻറ് പ്ലാൻ ഫണ്ട്, ഇതിൽ കേന്ദ്രീകരിച്ചിട്ടാണ് പയ്യന്നൂരിൻ്റെ ഒരു റവന്യൂ എന്ന് പറയുന്നത്, മുനിസിപ്പാലിറ്റിയുടെ. അതിൽ വെച്ചുകൊണ്ട് പയ്യന്നൂരിൽ മറ്റെവിടെയും ഇല്ലാത്ത വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. തളിപ്പറമ്പിൽ നഗരസഭയും പയ്യന്നൂരായി തട്ടിച്ചു നോക്കിയാൽ വലിയ മാറ്റമുണ്ട്. അത് ശ്രീകണ്ഠാപുരയെ തട്ടിച്ചു നോക്കുമ്പോൾ നല്ല മാറ്റമുണ്ട്. കണ്ണൂർ കോർപ്പറേഷനായി തട്ടിച്ചു നോക്കുമ്പോൾ മാറ്റമുണ്ട്. ഇത് പിന്നെ കണ്ണൂർ നഗരസഭയൊന്നും പോലെയല്ല. ഇടക്കാലം ഒരു 35 കൊല്ലമായി മാത്രം നഗരഭരണത്തിലേക്ക് വന്നിട്ടുള്ള ഒരു സംവിധാനമാണ്. പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ കാണുന്നത് ഇനിയും പയ്യന്നൂർ വളരണം. അതിനു വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് നമുക്ക് നടത്താനുള്ളത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞു, ഇപ്പോൾ നഗരഭരണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് താങ്കളുടെ LDFിൻ്റെ പ്രതീക്ഷകൾ വാനോളമാണ് എന്ന് പറഞ്ഞു. തുടർ ഭരണം എന്നുള്ളതിൽ ഒരു സംശയമില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ രഹസ്യമായും പരസ്യമായിട്ടും പച്ചവെളിച്ചം LDFിൻ്റെയും CPMൻ്റെയും ഓരോ നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും കാണുന്ന സമയത്ത് അവർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അത് തുറന്നു പറയാനും തയ്യാറാവുകയാണ്. അതിന് ഉപോബലമായിട്ട് പറയുന്നത്, ഒന്ന് നഗരസഭയിൽ നടത്തിയ അതുപോലെ തന്നെ LDF പിണറായി വിജയൻ സർക്കാർ 9.5 വർഷക്കാലം നടത്തിയിട്ടുള്ള ജനക്ഷേമകരമായ പദ്ധതികൾ, ഇതൊക്കെ തങ്ങൾക്ക് വോട്ടായിട്ട് മാറും എന്നാണ് പറയുന്നത്. അതിൽ ഒരു വിമർശനം എന്നുള്ള രീതിയിൽ, ഒരു മാധ്യമപ്രവർത്തനം എന്ന രീതിയിൽ എനിക്കുള്ളത്, നമ്മുടെ മുമ്പ് 44 വാർഡാണ്, ഇപ്പോൾ 46 വാർഡായിട്ട് മാറി. ഈ 44 വാർഡിൻ്റെയും അകത്ത് ഓരോ വാർഡെടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് ശ്രദ്ധേയമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറിയും കുറഞ്ഞും ഇരിക്കും. ചില സ്ഥലത്തൊക്കെ വൻപിച്ച രീതിയിലുള്ള വലിയ ഇടപെടലുകളും അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തികളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. എന്നാൽ നഗര കേന്ദ്രീകരണം, നഗരസഭ എന്ന് പറയുന്നത് പഞ്ചായത്ത് പോലെയല്ല, നഗര കേന്ദ്രീകരണമാണ്. നഗര കേന്ദ്രീകരണമായ ഒരു വിഷയത്തിൽ നഗരസഭയ്ക്ക് ജനങ്ങളുടെ പ്രതീക്ഷക്കത്ത്, കാലത്തിന്റെ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്.
അതിൽ 1, 2, 3, 4, 5 എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പുതിയ ബസ് സ്റ്റാൻഡ്, പിന്നെ ടൗൺ ഹാള്, അതുപോലെ തന്നെ സ്റ്റേഡിയം, നഗരസഭയുടെ ഓഫീസ് സമുച്ചയം, അങ്ങനെ ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ചില പോരായ്മകൾ ഉണ്ട് എന്നുള്ള ഒരു വിമർശനമുണ്ട്. അത് ശക്തമായി പറഞ്ഞൊരു മാധ്യമമാണ് പച്ചവെളിച്ചം. നഗര കേന്ദ്രീകരണമായ വിഷയം, ബാക്കിയുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ CPM-ന്റെ ഏരിയ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഈ നഗരസഭാ ഭരണത്തിന്റെ മുഖ്യ സംഘാടകൻ, ഇലക്ഷന്റെ ചുമതലക്കാരൻ എന്നുള്ള രീതിയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നാമത്തെ കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾ പുതിയ കാലത്ത് ലോകമാകെ കാണുകയാണ്. ഒരർത്ഥത്തിൽ ഫിംഗർ ടിപ്പിൽ ലോകമുള്ള ഒരു കാലമാണ്. അങ്ങനെ വരുമ്പോൾ ലോകത്തിലെ വിവിധ ഇടങ്ങളുമായി പയ്യന്നൂരിനെ തട്ടിച്ചു നോക്കുമ്പോൾ അത്രയേറെ വികാസം വന്നിട്ടില്ല. അത് വരേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത്. താങ്കൾ സൂചിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പയ്യന്നൂർ എന്ന് പറയുന്നത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാൻഡ് ആയിട്ടൊരു സിറ്റിയല്ല. സ്വാഭാവികമായ വളർച്ച വന്നിട്ടുള്ള ഒരു ഇടം മാത്രമാണ്. ഇതിൽ നഗരഭരണത്തിൻ്റെ കുറേയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനതിലേക്ക് വരാം. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് പിന്നെ ടൗൺ ഹാളിൻ്റെ ഒരു ഉണ്ടാക്കലൊക്കെ ഇത്രയേറെ വൈകിയ എന്നുള്ള ചോദ്യത്തിന്, അത് നഗരം ഒരിടത്ത് ഒതുങ്ങിപ്പോകരുത് എന്നതുകൊണ്ട് നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് പുതിയ സ്ഥാപനങ്ങൾ വരണം എന്നുള്ള കാഴ്ചപ്പാടോട് പയ്യന്നൂരിൻ്റെ നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ സ്ഥലം നോക്കി. അങ്ങനെ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു നിർമ്മാണം വൈകിയത്. ഇപ്പോൾ ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നീട് വരാം. ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, പയ്യന്നൂരിൽ നമുക്ക് ആവശ്യം വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണം. ഞങ്ങളിപ്പോൾ ഇത്തവണ പ്രകടനപത്രികയിൽ ഒന്നാമതായി വെക്കുന്ന കാര്യം, നഗരഭരണത്തിൽ 5 വർഷത്തേക്കുള്ള വോട്ടെടുപ്പാണെങ്കിലും ഒരു 25 ഇയേഴ്സ്, ഒരു 25 കൊല്ലത്തെ കാര്യങ്ങൾ നമുക്ക് കാണണം. വിഷൻ 2050 എന്നതാണ് ഞങ്ങളതിനെക്കുറിച്ച് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൽ ഫേസ് മാൻ നമുക്ക് വികാസം കാണാം. 5 വർഷം, 10 വർഷം, 15 വർഷം, അങ്ങനെ ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് നമുക്ക് കാണാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ നഗരഭരണത്തിൻ്റെ ഈ നഗര പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങൾ ആരാണ് ചെയ്യേണ്ടത്? രാഷ്ട്രീയ നേതൃത്വം ഉണ്ട് അവസാന വാക്കായിട്ട്. പക്ഷേ അതിൽ വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട് ഇക്കാര്യത്തിൽ. വിവിധ IIT-കളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടി ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം. ഒപ്പം തന്നെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി IMN പോലുള്ള സ്ഥാപനങ്ങളുടെ സഹായം ഉണ്ടാക്കണം. അങ്ങനെ നോക്കിയിട്ട് ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ നിർവഹിക്കണം. അതിലൂടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റ്, അല്ലെങ്കിൽ ലോൺ, ഇതൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഇടപെടലുണ്ടാകും. സ്റ്റേറ്റ് ഗവൺമെൻറ് സഹായം ഉണ്ടാകും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് അടുത്ത ഒരു 25 കൊല്ലത്തേക്കുള്ള പയ്യന്നൂർ, അതാണ് ഞങ്ങൾ ഇത്തവണ മുന്നോട്ട് വെക്കുന്നത്. ആ മുന്നോട്ട് വെച്ചുകൊണ്ട് പോകുമ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടാക്കി അത് ജനങ്ങളെ മുന്നിൽ സമർപ്പിച്ച് അവരെ കൂടി അഭിപ്രായം എടുത്തുകൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ നമുക്ക് ആദ്യം തന്നെ ഈ നഗരഭരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കഴിയണം. അതനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നാണ് കാണുന്നത്. മറ്റൊന്നുള്ളത്, താങ്കൾ പറഞ്ഞതിൽ ഇതുവരെ വന്നതിൽ എന്തുകൊണ്ട് ചില കാര്യങ്ങൾ വന്നില്ല എന്നതാണ്. ഒന്നാമത്, പയ്യന്നൂരിൽ പുതിയ ബസ് സ്റ്റാൻഡ്. ഞങ്ങൾക്ക് ഒരു ചെറിയൊരു കാര്യത്തിൽ ഒരു ഇതുള്ളത്, ശ്രീ AP നാരായണൻ, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു പോയി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചോദ്യം കിട്ടുമായിരുന്നു. ഞാൻ ചോദിച്ചില്ല. കാരണം താങ്കൾ ചോദിച്ചു, ഞാൻ ചോദിച്ചില്ല. ഏതായാലും നിങ്ങൾ ചരിത്രബോധമുള്ള ആളാണ്. പയ്യന്നൂരിലെ പല ആളുകളെ പോലെയല്ല. കാരണം പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ തുടങ്ങുന്നത് ശ്രീ AP നാരായണൻ്റെ ഒരു വിജിലൻസ് പരാതിയിലാണ്. അതേ തുടർന്ന് അത് നൂലാമാലയിൽ കുടുങ്ങി. ഒരു നിയർ അബൌട്ട് ഒരു 25 ഇയേഴ്സ്, 25 കൊല്ലമായിട്ട് അത് കുറേ കാലം അതിങ്ങനെ പോയി. ഇത്തവണ നിങ്ങൾ നോക്കണം, അവിടെ നമ്മുടെ സ്ഥലത്ത് പണി നടന്നുകൊണ്ടിരിക്കുക. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് 5 കോടിയുടെ പ്രൊജക്റ്റ് അവിടെ എസ്റ്റിമേറ്റ് കൊടുത്ത് ടെൻഡർ വർക്ക് അവാർഡ് ചെയ്ത് എൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. വേണമെങ്കിൽ ഒരു പക്ഷേ ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അത് ഉദ്ഘാടനം ചെയ്യാമായിരുന്നു. പക്ഷെ ഞങ്ങൾ കണ്ടത് അതിൻ്റെ മുനിസിപ്പൽ ഭരണ നേതൃത്വം, ചെയർമാൻ ശ്രീമതി KV ലളിത ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് അങ്ങനെ വേണ്ടതില്ല, അത് ഫുൾ ഫ്ലെഡ്ജ്ഡായിട്ട് ചെയ്താൽ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് അവരുടെ മുനിസിപ്പൽ അധികാരികൾ ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ജനുവരി മാസത്തിൽ 2026 ഒരു പുതുവത്സര സമ്മാനമായിട്ട് പുതിയ സ്റ്റാൻഡ് പയ്യന്നൂർ നഗരവാസികൾക്ക് വരും. അപ്പം അങ്ങനെ വരുമ്പോഴും അതിനകത്തുള്ളൊരു കാര്യമുണ്ട്, അത് പയ്യന്നൂർ ജീവിക്കുന്ന നമ്മൾ കാണേണ്ടതാണ്. അത് പുതിയ ബസ് സ്റ്റാൻഡ് വന്നാൽ അത് എത്രത്തോളം ആളുകൾ ഉപയോഗപ്പെടുത്തും, അതൊരു വിഷയമാണ്. നമ്മൾ കാണേണ്ടത് ആളുകളുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് നിങ്ങൾക്ക് രാവിലെ വൈകുന്നേരമൊക്കെ പെരുമ്പയിൽ ചെന്നാൽ കാണാം.
കാസർഗോഡ് നിന്ന് വരുന്ന ബസ്, കാഞ്ഞങ്ങാട് നിന്ന് വരുന്ന ബസ് അവിടെ ഇറങ്ങിയിട്ട് ആളുകൾ അടുത്ത കണ്ണൂർ ബസ്സിന് കയറുക. കാരണം പുതിയ സ്റ്റാൻഡിൽ വന്നു പോകുമ്പോൾ ഒരു 20-25 മിനിറ്റ് അവർക്ക് നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൺസ്യൂം ചെയ്യാൻ, അത് ലാഭിക്കുന്നതിന് വേണ്ടി ആളുകൾ പെരുമ്പേൽ ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിന് അങ്ങോട്ട് പോവുകയാണ്. കാരണം ആളുകൾക്ക് ഇങ്ങനെ വെറുതെ ചെലവഴിക്കാൻ സമയമില്ല. ഇനി അത് കൂടി വരുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയുള്ള പുതിയ സ്റ്റാൻഡ് എന്ന് പറയുന്നത് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും കുറച്ചുകൂടെ തെക്കോട്ട് മാറിയിട്ടാണ്. അപ്പോൾ അത്രയൂടെ സമയം ആളുകൾക്ക് വാഹനത്തിലിരിക്കണം, അത്രയൂടെ സമയം പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെങ്ങനെയാണ് കൂടുതൽ നന്നായി ഉപയോഗപ്പെടുത്തുക? അതിന് ഞങ്ങൾ കാണുന്നൊരു കാര്യം, PWൻ്റെ ആളുകളൊക്കെ ഒരു എസ്റ്റിമേറ്റൊക്കെ എടുത്തിട്ടുണ്ട്. പെരുമ്പപ്പുഴക്ക് പുതിയ പാലമുണ്ടാകും. ഒപ്പം തന്നെ ഇനിയുള്ള ഈ ന്യൂ പെരുമ്പ ഹൈവേ ജംഗ്ഷൻ, പെരുമ്പ എന്ന് പേരേ പറയാൻ പറ്റൂ, കാരണം എടാട്ട് കണ്ണങ്ങാട്ടിന് മുമ്പിലാണ് ആ സ്റ്റോപ്പ് വരിക. സ്വാഭാവികമായിട്ടും ഇനി വരാൻ പോകുന്ന ബസ്സുകളൊക്കെ പോയിന്റ് ടു പോയിൻ്റ് ഒക്കെ ആയിരിക്കും. കോഴിക്കോട് നിന്ന് കാസർഗോഡേക്ക് അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് കാസർഗോഡേക്കുള്ള പോയിന്റ് ടു പോയിൻ്റ് ബസ്സായിരിക്കും. അതൊന്നും ഇങ്ങോട്ടേക്ക് ടൗണിലേക്ക് കയറാൻ സാധ്യമാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ജംഗ്ഷനായിട്ട് വരുമ്പോൾ അവിടെ നിന്നും ഇത്തരം ബസ്സുകൾക്ക് പയ്യന്നൂർ സ്റ്റാൻഡിലേക്ക് കയറാൻ വേണ്ടി പെരുമ്പപ്പുഴയിൽ പുതിയ പാലം ഉണ്ടാകണം, അപ്രോച്ച് റോഡ് ഉണ്ടാകണം. ആ കാഴ്ചപ്പാടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകും. അങ്ങനെ വരുമ്പോഴാണ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് കുറേയും കൂടി ആളുകൾക്ക് ഉപയോഗപ്പെടുത്താനും നഗരത്തിൻ്റെ ഒരു വികാസം ഉണ്ടാക്കാനും കഴിയുക എന്നതാണ് ഞങ്ങളുടെ കാര്യത്തിൽ കാഴ്ചപ്പാട്. മറ്റൊന്നുള്ളത് താങ്കൾ ചോദിച്ച സ്റ്റേഡിയത്തിൻ്റെ കിഫ്ബി വർക്കാണ്. കേരളത്തിലെ ഗവൺമെൻറ് ഒരു നല്ലൊരു ഇടപെടലാണ്. അതിൻ്റെ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായി. ആ സാങ്കേതിക പ്രശ്നം അതിനെ ടി എ മൻസൂർ MLA തന്നെ താങ്കളുടെ മാധ്യമത്തിലൂടെ നിരവധി തവണ വിശദീകരിച്ച കാര്യമാണ്. അത് പരിഹരിച്ച് പോകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നീങ്ങുകയാണ്. കിഫ്ബിയുടെ ആ വർക്ക് കൂടി വരും, സ്റ്റേഡിയം വരും എന്ന കാര്യത്തിൽ തർക്കവുമില്ല എന്നതാണ്. മറ്റൊരു ടൗൺ ഹാൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത് പുതിയ സ്ഥലമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തിയ സ്ഥലത്ത് ടൗൺ ഹാൾ വരും. അത് ഈ പുതിയ സ്റ്റാൻഡ് അവിടെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഒരു ലാൻഡ് ഉണ്ട്, അവിടെയാണ് ഇപ്പോൾ പ്രപ്പോസൽ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു പുതിയ സ്റ്റാൻഡിന് പുതിയ ഒരു മുനിസിപ്പൽ ഓഫീസിനുള്ള ഒരു കാര്യങ്ങൾ നീങ്ങുന്നത്. ഏതായാലും ഈ 5 വർഷത്തിനിടയിൽ പുതിയ സ്റ്റാൻഡ് ഇപ്പോൾ അടുത്ത വർഷം ആദ്യം വരും. ഏതായാലും ടൗൺ ഹാൾ വരും. ഒപ്പം തന്നെ പയ്യന്നൂർ നഗരസഭയ്ക്ക് പയ്യന്നൂരിൽ ഒരു പൈതൃകമൊക്കെ വിളിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു സ്വന്തം തന്നെയാണ് ഇപ്പോഴും, പക്ഷേ ഒരു പുതിയൊരു ആസ്ഥാന മന്ദിരം ഉണ്ടാകും എന്നാണ്, അതിനുള്ള കാര്യങ്ങളാണ് നീങ്ങുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു CPMൻ്റെ ഒരു ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ AP നാരായണനോട് ഞാൻ ചോദിക്കേണ്ട എല്ലാ ചോദ്യങ്ങളും ചോദിച്ചിരുന്നു. ഈ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പിന്നെ തുരങ്കം വെച്ചത് താങ്കളുടെ നേതൃത്വത്തിൽ നടത്തിയ ചില ഇടപെടലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലുള്ള ആ വിഷയം സമഗ്രമായിട്ട് അതിൽ സംസാരിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് പറഞ്ഞാൽ CPM അല്ലും LDF നഗരസഭ ഭരിക്കുന്ന CPMൻ്റെ ഒരു ഒരു കോർഡിനേഷൻ, അതിൻ്റെ ഒരു കാർക്കശ്യത്തോടു കൂടിയാണ് എന്ന ഒരു രീതി. കാരണം ഭരണത്തെ കൺട്രോൾ ചെയ്യുന്നത് CPM പാർട്ടി എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു വിവക്ഷ. അതോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു ഭരണസമിതിക്ക് കാര്യമായ പിന്തുണ പാർട്ടി എന്ന രീതിയിൽ, നിലവിലുള്ള ഭരണസമിതിക്ക് കാര്യമായ പിന്തുണ പാർട്ടി എന്ന രീതിയിൽ ലഭിച്ചിട്ടുണ്ടോ? അതിനൊരു സബ് കമ്മിറ്റി ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഏരിയ സെക്രട്ടറി അതിന് ഉത്തരം പറയുക? ആ ചോദ്യം തന്നെ ഒരു അനാവശ്യമായിട്ടുള്ള ചോദ്യമാണ് എന്നാണ് ഒന്നാമത്തെ കാര്യം. താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ 2 ബസ്സുകൾ, ഒന്ന് പാർട്ടി ഭരണത്തിൽ ഇടപെടുക, അതങ്ങനെ ഒരിക്കലും ഉണ്ടാകാറില്ല. ഞങ്ങളിപ്പോൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു, അവർക്ക് പ്രകടനപത്രിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു, അത് അവർ നടപ്പാക്കും. അതിന് പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ് ആ ലീഡർഷിപ്പ്. അതുകൊണ്ട് ദൈനംദിനമായിട്ടുള്ള ഒരു ഇടപെടലും പാർട്ടി നടത്താറില്ല. ഒരു ഭരണത്തിൽ, അവിടെ പയ്യന്നൂർ നഗരസഭയിലല്ല, ഞങ്ങളൊക്കെ ഒരു ഭരണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇരുന്ന ആളുകളെന്ന നിലയിൽ, ഒരു കേരള ഭരണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു ചെറിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞ ആളുകളെന്ന നിലയിൽ ഞങ്ങൾക്കുള്ള വ്യക്തിപരമായ അനുഭവം തന്നെ അങ്ങനെ സ്റ്റേറ്റ് ഭരണത്തിലോ മറ്റോ ദൈനംദിനമായിട്ടുള്ള ഒരു ഇടപെടൽ പാർട്ടി ഒരിക്കലും നടത്താറില്ല. മറ്റൊന്നുള്ള താങ്കളിവിടെ പറഞ്ഞ ഒരു സബ് കമ്മിറ്റി സംവിധാനം, കാര്യങ്ങൾ, അതൊക്കെ ഇന്നറായിട്ടുള്ള പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളാണ്. അത് ഒരിക്കലും ഭരണത്തിന് കൂച്ചുവിലങ്ങിടുക എന്നതേ അല്ല. ഞങ്ങൾ ഇപ്പോൾ താങ്കളുടെ ഒരു ദുസ്സൂചന എന്ന് പറയുന്നത് കഴിഞ്ഞ ഭരണസമിതിക്ക് എന്തോ പാർട്ടിയുടെ പിന്തുണ ഉണ്ടായില്ല എന്നുള്ള ദുസ്സൂചന താങ്കളുടെ ഒരു ചോദ്യത്തിലുണ്ട്. അങ്ങനെ പല ദുസ്സൂചനകളാണ് താങ്കൾ പലപ്പോഴും പ്രകടിപ്പിക്കാറ്, അതോടെ നിൽക്കട്ടെ. ഏതായാലും അതിൽ ഒരു തലവുമില്ല. ഞങ്ങളുടെ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമാണ് ചെയർമാനായിട്ടുണ്ടായത്. ഞങ്ങളുടെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ആളായിരുന്നു വൈസ് ചെയർമാൻ. അതുകൊണ്ട്
അങ്ങനെ ഒരു കോർഡിനേഷൻ്റെ ഒരു കുഴപ്പമേ ഇല്ല. നന്നായിട്ട് ഒരു രാഷ്ട്രീയ നേതൃത്വം നല്ല ഇടപെടലുണ്ടായിട്ടുണ്ട്. ഭരണസമിതി നിങ്ങൾ നോക്ക്, പയ്യന്നൂരിൽ ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നൊരു കാര്യം, 35 വർഷമായി ഞങ്ങളുടെ നേതാക്കന്മാരാണ്, പ്രഗത്ഭരായ നേതാക്കന്മാരാണ് അതിൻ്റെ ചെയർമാന്മാരായിട്ടാണ്. പക്ഷേ പയ്യന്നൂർ നഗരസഭയിലെ ചെയർമാന് വ്യക്തിപരമായ അവാർഡ് കിട്ടിയത് ശ്രീമതി KV ലളിത, അവർക്ക് മാത്രമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കേരളത്തിലെ ഇത്രയേറെ നഗരസഭകളിൽ നിന്നും മികച്ച നഗരസഭാ ചെയർമാനായിട്ട് അവർ അംഗീകരിക്കപ്പെടുന്നു. അത് കാണിക്കുന്നത് ഏറ്റവും നല്ല ലീഡർഷിപ്പും ഭാവനാപൂർണ്ണമായിട്ടുള്ള ഇടപെടലും ഒക്കെ നടത്തുന്നതിന് വേണ്ടി ചെയർമാന് കഴിഞ്ഞിരുന്നു. അതിൻ്റെ കൂടെ നിൽക്കാൻ പയ്യന്നൂരിലെ പാർട്ടിക്കും കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളെ കാര്യത്തിൽ കാണുന്ന കാര്യം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ സീറ്റും നേടി തിളക്കമാർന്ന വിജയം നഗരസഭയിൽ ഉണ്ടാകും എന്ന് പറയുന്നത് അതിന് ഉപോത്പകമായ ഘടകങ്ങളായിട്ട് താങ്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നഗരസഭയിലെ മികച്ച ഭരണം, ഇടതുപക്ഷ സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള അതും ഇതിനെ സ്വാധീനിക്കുന്നല്ലേ താങ്കൾ പറയുന്നതും. നമ്മുടെ നഗരസഭയിലെ ഒരു തെരഞ്ഞെടുപ്പിൽ നഗരഭരണത്തെ മാത്രം ആസ്പദമാക്കിയിട്ടാണോ വോട്ടിന് ജനങ്ങൾ പങ്കെടുക്കുക? കേരള ഭരണത്തെയും അതിൽ വിലയിരുത്തുമോ? അതിൻ്റെ ഒരു വിലയിരുത്തലായിട്ട് അതിനെ സ്വാധീനിക്കും? എന്താണ് താങ്കളുടെ സ്വാഭാവിക ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ പ്രതിഫലിക്കുന്നതാണ്. അത് താങ്കൾ പറഞ്ഞിട്ടുള്ള കേരള രാഷ്ട്രീയം മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയവും ലോകത്തിലെ ചലനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഒരു ആത്മനിഷ്ഠമായിട്ടുള്ള വിശകലനത്തിന് എല്ലാ കാര്യങ്ങളും വിധേയമാവും എന്നതാണ് നമ്മുടെ ഒരു ജനാധിപത്യ അനുഭവം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ജനപക്ഷത്തുള്ള നിലപാടുണ്ട്. ഒപ്പം തന്നെ UDFൻ്റെ മലീമസമായ രാഷ്ട്രീയമുണ്ട്. എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോയില്ല. ശ്രീമാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അതുപോലെയുള്ള നേതൃത്വത്തിൻ്റെ എല്ലാം ഇടപെടലുകൾ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. കേന്ദ്രത്തിൻ്റെ നിലപാട് പ്രതിഫലിക്കും. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ജയിക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യാം എന്നതാണ് പയ്യന്നൂരിലെ UDF. നിങ്ങൾ നോക്ക്, പയ്യന്നൂരിലെ BJPയുടെ സ്ഥാനാർത്ഥി 2 പോക്കറ്റ് എന്നാണ് കെട്ടിയിറക്കപ്പെട്ടത്. അത് പിന്നെ അവരുടെ സംഘടന ചെയ്തു, കോറോത്തും കണ്ടങ്ങാടി. പക്ഷേ പയ്യന്നൂരിൽ നോമിനേഷൻ കൊടുത്തിട്ടുള്ള ഒരു BJP സ്ഥാനാർത്ഥി നോമിനേഷൻ പിൻവലിച്ചു. പയ്യന്നൂരിലെ BJP നേതാക്കന്മാർ തന്നെ പറഞ്ഞു, ഞങ്ങളിതാ ഇങ്ങനെ പിൻവലിച്ചു പോയി. എങ്ങനെയാണ് പിൻവലിച്ചത്? പയ്യന്നൂരിൽ ജയിക്കില്ല എന്ന് കണ്ടപ്പോൾ എല്ലാ തരത്തിലുള്ള നെറികളുടെ ഏതാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫിയുടെയും ശിഷ്യന്മാരാണ് പയ്യന്നൂരിലെ കോൺഗ്രസ് എന്ന് തെളിയിക്കുക. അതിനുവേണ്ടി 19-ാം വാർഡിൽ BJPയുടെ നോമിനേഷൻ കൊടുത്ത സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. എങ്ങനെയാണ് പിൻവലിച്ചത്? BJPക്കാർ പറയുന്നത് സ്വാധീനിച്ചു പിൻവലിച്ചു എന്നാണ്. എന്താ സ്വാധീനം? കാനായിക്കാരനോട് പയ്യന്നൂരിലെ ഈ ടൗണിലുള്ള ആളുകൾക്ക്, കോൺഗ്രസ്സുകാർക്ക് എന്താ സ്വാധീനം? അത് കാണിക്കാൻ BJPക്ക് കുറച്ച് വോട്ടുണ്ട് അവിടെ. വലിയ ശക്തിയൊന്നുമല്ല, കുറച്ച് വോട്ടുണ്ട്. ഡിസൈഡിങ് ഫാക്ടറായിട്ട് വരാൻ പറ്റുന്ന എന്ന് കോൺഗ്രസ്സുകാർ ഭയപ്പെടുന്ന വോട്ടുണ്ട്. ആ വോട്ട് കിട്ടുന്നതിന് വേണ്ടി BJP സ്ഥാനാർത്ഥിയുമായി ഡീൽ ചെയ്തു ആ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചു. BJPയുടെ വോട്ട് വാങ്ങി ജയിക്കാനാണ് ശ്രമിക്കുന്നത്. BJPയുടെ വോട്ട് വാങ്ങി ശ്രമിക്കുക. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നേതൃത്വം മത്സരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു വാർഡ് ഒരു ഡെമ്മി സ്ഥാനാർത്ഥി കൊടുത്തതാണെങ്കിൽ പിൻവലിക്കണമെന്ന് അറിയാത്ത ആളുകളാണോ രാഷ്ട്രീയ നേതൃത്വം? അമ്മയും മോളും പരസ്പരം ഏറ്റുമുട്ടി ഒരു വാർഡിന്. ഇതൊക്കെ കാണിക്കുന്നത് UDF ഈ തെരഞ്ഞെടുപ്പിൻ്റെ കോർഡിനേഷൻ നഷ്ടപ്പെടുന്നു. ഒപ്പം തന്നെ എന്ത് ആയാലും ഞങ്ങൾക്ക് ജയിക്കണം, അതിന് ഓരോ സ്ഥലത്തും ആരെ പിടിച്ച് എന്തൊക്കെ ചെയ്യാം, അങ്ങനെ ചെയ്തുകൊണ്ട് ജയിക്കാൻ വേണ്ടി BJPയുടെ വോട്ടടക്കം വാങ്ങുന്ന തരത്തിലേക്ക് 19-ാം വാർഡിൽ പ്രത്യക്ഷമായിട്ട് മറ്റിടങ്ങളിൽ രഹസ്യമായിട്ട് ഒരു ബാന്ധവത്തിന് കോൺഗ്രസ് UDF ശ്രമിക്കുന്നതാണ് നമ്മുടെ മുന്നിലുള്ള കാഴ്ച. അത് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങുന്ന ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് BJPയുടെ വോട്ട് വാങ്ങുന്നു. പയ്യന്നൂർ എന്ന് പറയുന്നത് ഗാന്ധിയൻ കോൺഗ്രസുള്ള സ്ഥലമാണ്. ഞങ്ങൾ പല നേതൃത്വവും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ആളുകളാണ്. ഞങ്ങളൊക്കെ ആലോചനയോടെ കാണുന്ന സവർട്ടി ഗോവിന്ദാട്ടൻ, അദ്ദേഹം ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റ് എന്നാണ് അറിയപ്പെടുക. അത്രയും കതർമന്ത്രം ധരിക്കുന്ന ആളുകൾ. അങ്ങനെ പയ്യന്നൂരിൻ്റെ ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഗാന്ധിയുടെ ഒരു പൈതൃകമുള്ള ഇവിടെ ഗാന്ധി ഘാതകരുടെ വോട്ട് വാങ്ങാൻ 19-ാം വാർഡിൽ പരസ്യമായിട്ട് വാങ്ങാൻ ഒരു മടിയുമില്ലാത്ത ആളായിട്ട് UDFന് കോൺഗ്രസ് നേതൃത്വം മാറുകയാണ്. ഇങ്ങനെ ചെയ്താൽ ഒന്നും ഇവർ രക്ഷപ്പെടാൻ, ഇവരെ ശവക്കുഴി തോണ്ടുകയാണ്. ഒരു തർക്കവുമില്ല. ഇങ്ങനെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഈ തരത്തിലുള്ള നിലപാടുകൾ കോൺഗ്രസിൽ അവശേഷിക്കുന്ന കോൺഗ്രസ് മനസ്സുള്ള ആളുകളെ കൂടി അവരിൽ നിന്ന് അകറ്റും. ഒരു കാര്യം പറയുന്നത് വെച്ചാൽ താങ്കൾ സൂചിപ്പിച്ചതിൻ്റെ ഉപചോദ്യം എന്നുള്ള രീതിയിൽ പറയുന്നത്, ലതാ നാരായണൻ്റെ മകളാണ് അവിടെ ഡെമ്മി സ്ഥാനാർത്ഥിയായിട്ട് കൊടുത്തിട്ടുള്ളത്.
അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വാർത്ത വന്നതിന് ശേഷമാണ് നമ്മളൊക്കെ അറിയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് നെറ്റ്വർക്ക് ചാനലിൽ ഒരു ഇന്റർവ്യൂ അമ്മയും മകളെയും വെച്ചുകൊണ്ട് അവർ നടത്തിയിട്ടുണ്ട്. അതിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഡെമ്മി സ്ഥാനാർത്ഥി CPM-നും ഉണ്ട്. വി കെ നിഷാദ് മത്സരിക്കുന്ന LDF-നുണ്ട്, CPM എന്നല്ല പറഞ്ഞ LDF-നുണ്ട്. വി കെ നിഷാദ് മത്സരിക്കുന്ന വാർഡിൽ ഡെമ്മി സ്ഥാനാർത്ഥി നിലവിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പറയുന്ന സാഹചര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഈ ലതാ നാരായണൻ അവിടെ മത്സരിച്ച സമയത്ത് അവരുടെ ഭർത്താവ് അവിടെ ഇരിക്കുന്നു, ബൂത്തിലിരിക്കുന്നു. ബൂത്തിൽ ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് രണ്ടാൾക്ക് എങ്കിലും ഇരിക്കണം. കാരണം എന്ന് വെച്ചാൽ ബൂത്ത് പിടിച്ചെടുക്കുന്ന, ബൂത്തിൽ കയറി തല്ലുന്ന സമീപനം ഇടതുപക്ഷം അവിടെ മുൻ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന് അത് നേരിടുന്നതിന് വേണ്ടിയിട്ട്, അല്ല അത് കുറച്ചും കൂടെ കാര്യക്ഷമമായി അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് ഡെമ്മി സ്ഥാനാർത്ഥിയുടെ ഒരു ഏജന്റ് അവിടെ ഇരിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, ഇവിടെ നിർഭയമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഞാൻ അങ്ങനത്തെ ആരോപണമൊന്നും ഉന്നയിക്കാൻ തയ്യാറല്ല. കാരണം എന്ന് പറഞ്ഞാൽ LDF മുഴുവൻ കള്ളവോട്ട് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ വിജയിക്കുന്നതെന്ന് പറയാനൊന്നും ഞാൻ ആളല്ല, എനിക്ക് അങ്ങനത്തെ അഭിപ്രായമില്ല. എന്നാൽ ഇത്തരം ഒരു ചോദ്യത്തിന് വന്നു കഴിഞ്ഞാൽ ഏരിയ സെക്രട്ടറി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരൻ എന്നുള്ള രീതിയിൽ അഡ്വക്കേറ്റ് പി സന്തോഷൻ എന്താണ് പറയാനുള്ളത്? അതിൽ താങ്കൾ പറഞ്ഞതിൽ VK നിഷാദിൻ്റെ സ്ഥാനാർത്ഥിത്വം, അദ്ദേഹം ഇപ്പോൾ ഒരു കേസിൽ ജയിലിലാണുള്ളത്. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ അദ്ദേഹം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരിക്കുമ്പോൾ ഉണ്ടായ തികച്ചും കള്ളക്കേസാണ്, ഒരു തർക്കവുമില്ല. അത് ഹയർ കോടതിയിൽ ആ കേസ് നിഷ്കരണം എടുത്തിയാടപ്പെടും. കാരണം ഒരു ട്രയൽ കോർട്ടാണ് ഇപ്പോൾ ശിക്ഷിച്ചത്, ഇനി മുകളിൽ കോടതിയുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വന്നതിന് ശേഷമാണ് ഈ ജഡ്ജ്മെൻറ്റ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ ഒരു പാർട്ടി ഏരിയ കമ്മിറ്റിയുണ്ട്, DYFIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ്, ഒരുപാട് സമരങ്ങളിലൂടെ ഉയർന്നു വന്നിട്ടുള്ള പയ്യന്നൂരിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, അയാളുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിയുമോ? മറിച്ച് ഞങ്ങളുടെ സമരത്തിൽ പങ്കെടുത്തില്ല, ഞങ്ങളൊരു കേഡറെ ഞങ്ങൾ എന്തിനാണ് തള്ളിപ്പറയുന്നത്? ഞങ്ങൾ ആ ജനങ്ങളോട് കാര്യം പറയുകയാണ്. സമരത്തിൽ പങ്കെടുത്തിട്ടാണ് അദ്ദേഹം ജയിലിലുള്ളത്. അദ്ദേഹം ജയിലിൽ നിന്ന് തിരിച്ചു വരും. സ്വാഭാവികമായിട്ടും ഒരു സംശയവുമില്ല, VK നിഷാദ് 46-ാം വാർഡിൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടും. 5 വർഷവും അദ്ദേഹം ഈ കൗൺസിലറായിട്ട് തുടരും എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവും ഇപ്പോഴില്ല. ഞങ്ങൾ നല്ല ഒരു തരത്തിലുള്ള കോൺഫിഡൻ്റാണ് അക്കാര്യത്തിലുള്ളത്. മറ്റൊരു ഭാഗമുള്ളത്, നിങ്ങൾ ഈ പറഞ്ഞതിൽ ഈ ഡെമ്മി സ്ഥാനാർത്ഥി പിൻവലിച്ചില്ല അമ്മയെ, ഞങ്ങൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യം എന്ന് പറയുന്നത്, കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥി വെക്കാനോ ആളില്ല, ഡെമ്മി വെക്കാനോ ആളില്ല. നിങ്ങൾ മമ്പലം അല്ലെങ്കിൽ കോറം ഭാഗത്തൊക്കെ മത്സരിക്കുന്ന എവിടെ നിന്നൊക്കെയോ പോയിട്ടുള്ള ആളുകളാണ്, പല സ്ഥലത്തൊക്കെ നിൽക്കുക. ഇപ്പോൾ സംഭവിച്ചൊരു കാര്യം 16-ാം വാർഡിൽ അവിടെ ഡെമ്മി നിൽക്കാൻ വേറെ ആളില്ല, മോളെ പിടിച്ച് നിർത്തി. പിന്നെ ഞങ്ങളതിലെ ഒരു സ്ഥാനാർത്ഥിയെ കുടുംബത്തെ ഒന്നും ആക്ഷേപിക്കാൻ ഞങ്ങൾക്ക് കയറാം. അമ്മ കോൺഗ്രസ് നേതാവാണ്, അച്ഛൻ കോൺഗ്രസ് നേതാവാണ്, മകളാണെങ്കിൽ KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി ഒക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. അതൊക്കെ ഞങ്ങളതിലൊരു കുടുംബമാകെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനെ ഒന്നും ശരിയല്ല എന്നൊന്നും പറയല്ല. ഞങ്ങൾ അതൊക്കെ നല്ലതാണ് എന്ന് കാണുന്ന ആളുകൾ കൂടിയാണ്. പക്ഷേ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താ, ഈ കുടുംബമാണ് അവിടെ കണ്ടോത്ത് പെരുമ്പ ഭാഗത്ത് കോൺഗ്രസ്, അവിടെ എത്ര കോൺഗ്രസ് ഉണ്ട്? ഞങ്ങളൊക്കെ നാടല്ലേ, പരമ്പരാഗതമായി കോൺഗ്രസിന് അല്പം സ്വാധീനമുള്ള ഇടമല്ലേ, ലീഗിന് സ്വാധീനമുള്ള ഇടമല്ലേ. അവിടെ ഡെമ്മി നിൽക്കാൻ ഒരാൾ നിർത്താലോ? പിന്നെ ഇവർ അച്ഛനും അമ്മയും മകളും തന്നെ ഒരു പാർട്ടിയെ രക്ഷിക്കാൻ നിൽക്കണോ, മുന്നണിയെ രക്ഷിക്കാൻ? അവിടെയുള്ള ഞങ്ങൾക്ക് പറയാനുള്ളത്, അവിടെയുള്ള UDFൻ്റെ പ്രവർത്തകർ നിങ്ങൾ കൊച്ചായിക്ക് കണ്ടിരുന്നത്, അവരൊക്കെ ബോർഡ് കെട്ടാനും വെള്ളം കോരാനും വിറക് കെട്ടാനുള്ള ആളുകളല്ല. ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട്. കഴിഞ്ഞ വർഷം പരാജയപ്പെട്ടിട്ടുണ്ട് ഇവരൊക്കെ. അവിടെ കഴിഞ്ഞ വർഷത്തെ ജയിച്ചാരാ? കഴിഞ്ഞ വർഷം ജയിച്ചത് LDF-ആണ്. പെരുമ്പയിലും ആ പെരുമ്പയുടെ 2 ഭാഗത്തുള്ള സ്ഥലത്ത് ജയിച്ച LDF-ആണ്. കഴിഞ്ഞ ഒരു ചെറിയ തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ട് മുമ്പത്തെ തവണ ജയിച്ചു വന്നതുകൊണ്ട് കഴിഞ്ഞ വർഷം അതിനേക്കാൾ എത്രയോ നല്ല ക്ലിയർ കട്ട് മെജോറിറ്റിയിൽ ഇടതുപക്ഷം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഡെമ്മി നിൽക്കാൻ പോലും ആളില്ല. ഇതാണ് കോൺഗ്രസ്. ഇപ്പോൾ ഡൽഹിയിൽ മാത്രമല്ല, പയ്യന്നൂരും കുടുംബമായിട്ട് വരികയാണ്, ചുരുങ്ങി പോവുകയാണ്. അതിൽ ഞങ്ങൾ കാണുന്ന ഫെയർ ആയിട്ടുള്ള തിരഞ്ഞെടുപ്പുണ്ടാകും. ഞങ്ങൾ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനത്തിനുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ പറയാം. പിന്നെ ഒരു കാര്യമുള്ളത്, ഇങ്ങനെയുള്ള നേതാക്കന്മാരെല്ലാം വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ചില ആളുകൾ മാധ്യമ പ്രവർത്തകരുടെ വേഷം കെട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ അതിൽ വേറൊന്നും പറയുന്നില്ല. നെറ്റ്വർക്ക് ചാനലിൻ്റെയൊക്കെ ഒരു ലേഖർ ഇതുവരെ ഇല്ലാത്ത രൂപത്തിൽ വരികയാണ്. ചില ഇടക്കാലത്ത് രാമനിലയായിരുന്നു ഈ അസുഖം ഉണ്ടായത്.
ഇപ്പോൾ പിന്നെ അത് പയ്യന്നൂരേക്ക് വന്നു. അവർ പോകുന്നിടത്തെല്ലാം CPM-നെതിരായിട്ട് മയക്കും കൊണ്ട് പോവുകയാണ് ആ ലേഖിക. അതൊക്കെ അതിൻ്റെ മാനേജ്മെൻറ്റും ജനങ്ങളും വിലയിരുത്തട്ടെ എന്നേ ഉള്ളൂ. ഞങ്ങൾ ഫെയർ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കി ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇടപെടുമ്പോൾ കേൾക്കുക മാർക്സിസ്റ്റ് അക്രമത്തിനെതിരായിട്ട്. ഇപ്പോൾ കോൺഗ്രസ് UDF-കാർ മാർക്സിസ്റ്റ് അക്രമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 16-ാം വാർഡിലെ സ്ഥാനാർത്ഥി ഒഴികെ വേറെ എവിടെയെങ്കിലും പറയുന്നുണ്ട്. അവർ പഴയ ഇതിനകത്ത് നിൽക്കുകയാണ്. ഒരു ഇതുമില്ല. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പുണ്ട്. നല്ലൊരു ജനാധിപത്യം വന്നിട്ടുണ്ട്. വെൽ എഡ്യൂക്കേറ്റഡ് ആളുകളാണ് പയ്യന്നൂർ. അവരൊക്കെ കള്ളവോട്ട് ചെയ്യാൻ ആളുകൾ ഇറങ്ങി പുറപ്പെട്ടാൽ അവർ നിൽക്കുമോ? അതൊന്നും ഉണ്ടാവില്ല. അതൊക്കെ വെറുതെ പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സഹതുള്ളിയായിട്ട് സംസാരിച്ചു. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളാണ് മുസ്ലിം ലീഗിൻ്റെ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി K സഹതുള്ള. AP നാരായണൻ എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ആളോട് നേതാവിനൊപ്പം എന്ന പരിപാടിയിൽ സംസാരിച്ചു. അത് CPI-യിലെ V ബാലനോട് സംസാരിച്ചു. അതിനുശേഷമാണ് താങ്കളുടെ ഉത്തരവാദിത്ത നിർവഹണത്തിൽ ഒരുപാട് തിരക്കുള്ളത് കൊണ്ടാണ് താങ്കളുമായിട്ടുള്ള ഇൻ്റർവ്യൂ നിശ്ചയിച്ചതിൽ നിന്ന് മാറിപ്പോയത്. അവർ പറഞ്ഞു വെച്ചാൽ സഹതുള്ള പറഞ്ഞ കാര്യം AP നാരായണൻ പൊതുവേ ഒരു കർക്കശത്തോട് കൂടിയിട്ട് ഒരു വളരെ സ്ട്രോങ് ആയ നിലപാടുകൾ എടുക്കുന്ന ഒരാളാണ്. പിന്നെ സഹതുള്ള പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാൾ ഒരു വോട്ട് എന്നുള്ള രീതിയിൽ പയ്യന്നൂർ നഗരസഭയിൽ ചെയ്താൽ നഗരഭരണം നമുക്ക് കിട്ടും എന്നാണ് അയാളുടെ ഒരു ഭാഷ്യം. പിന്നെ AP നാരായണന്റെ ഭാഷ്യം എന്ന് പറഞ്ഞാൽ രണ്ട് നേതാക്കന്മാർ പറഞ്ഞത് മറ്റൊരു നേതാവിനോട് എന്തായാലും സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. AP നാരായണൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ ജനാധിപത്യ ആണ് പലരും ഈ കള്ളവോട്ടിനെ നിങ്ങൾ വിളിക്കുന്ന ടേം എന്നാണ് അയാൾ പറഞ്ഞത്. അയാളുടെ വീഡിയോ നമ്മുടെ ലൈവ് വീഡിയോ ഉണ്ട്. ജനാധിപത്യം എന്നാണ് അതിൻ്റെ ടേം. ഈ കള്ളവോട്ടിന് നൽകുന്ന ഒരു പുതിയ പേര് എന്നുള്ള രീതിയിലാണ് ആ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്. ഇത്തരം ജനാധിപത്യത്തിലൂടെയാണ് പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താന് വൻ വിജയമുണ്ടായിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ കള്ളവോട്ട് ചെയ്തവരൊക്കെ രാജ്മോഹൻ ഉണ്ണിത്താന് വോട്ട് ചെയ്തു. അങ്ങനെ ഈ നമ്മുടെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അപഹസിക്കുന്ന രീതിയിൽ ഉള്ളൊരു സമീപനം, കള്ളവോട്ട്. ഇനി അവർ കള്ളവോട്ട് ചെയ്താൽ പോലും അത് നമുക്ക് അനുകൂലമായിട്ട് വരും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം രണ്ട് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് CPM ഏരിയ സെക്രട്ടറി? അതിൽ ശ്രീ AP നാരായണൻ പറഞ്ഞതാണ് ഒരർത്ഥത്തിൽ ശരി. കാരണം രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിച്ചത് അദ്ദേഹം തന്നെ സമ്മതിച്ചു കള്ളവോട്ട്. ഞങ്ങൾക്കറിയില്ല, പക്ഷേ ഏതായാലും അത് ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കട്ടെ. AP നാരായണൻ്റെ പാർട്ടി കള്ളവോട്ട് ചെയ്തിട്ടാണ് ജയിച്ചത്. അദ്ദേഹം പറഞ്ഞല്ലോ ഉണ്ണിത്താൻ ജയിച്ചത് പിന്നെ കള്ളവോട്ടിൻ്റെ ഇതിലാണെന്ന് അദ്ദേഹം പറയുന്നു. അത് ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കട്ടെ. അദ്ദേഹം ഇങ്ങനത്തെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കാര്യങ്ങൾ പറയുന്ന ഒരാളല്ല ശ്രീ AP നാരായണൻ. ഏതായാലും അദ്ദേഹത്തിൻ്റെ പരാമർശം ഇലക്ഷൻ കമ്മീഷനും മറ്റും ഔദ്യോഗിക സംവിധാനം പരിശോധിക്കേണ്ടതുണ്ട്. കാരണം കോൺഗ്രസ് കള്ളവോട്ട് ജയിപ്പിച്ചു എന്നല്ലേ പറയുന്നു. മറ്റൊന്ന് ശ്രീ KT സഹതുള്ള, അദ്ദേഹം പറഞ്ഞത് ചിലപ്പോൾ മാടായി എത്തി മാട്ടൂലെത്തി അനുഭവം വെച്ചിട്ടായിരിക്കും. കാരണം അവിടെയൊക്കെ പല ആളും പറയുന്നുണ്ട്. പല ആളും അവിടെ പിന്നെ സ്കൂളിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും കുടുംബത്തിന് മരിച്ചുപോയ ആളെ കാണാൻ വേണ്ടിയിട്ട്. കാരണം അവരൊക്കെ വന്ന് വോട്ട് ചെയ്യുന്ന ദിവസമാണല്ലോ, അവരൊക്കെ നാട്ടിൽ വരുന്ന ദിവസമാണല്ലോ. ആ അനുഭവത്തിൻ്റെ പുറത്താണ് ലീഗിൻ്റെ ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അല്ല, പയ്യന്നൂർ നിങ്ങളിപ്പോൾ ഔദ്യോഗിക സംവിധാനം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഫീസ് അടച്ച് വെബ് കാസ്റ്റിംഗ് അപേക്ഷിക്കാം, പോലീസ് പ്രൊട്ടക്ഷൻ തേടാം. ഏതെങ്കിലും ഒരു കള്ളവോട്ടിലേത്ത ഒരാളെ പിടിക്കപ്പെട്ടാൽ നിങ്ങൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നോ? അതിനെന്താ? അങ്ങനെയുണ്ടോ? ഇതൊക്കെ പറയുമ്പോൾ നിയമപരമായിട്ട് 5 രൂപ കോയിൻ എടുത്ത് പോയി നിങ്ങൾക്ക് വോട്ട് ചലഞ്ച് ചെയ്യാലോ. പയ്യന്നൂർ നഗരസഭയിൽ എത്ര വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചലഞ്ച് ചെയ്തിട്ടുണ്ട്? ഒന്നുമില്ലല്ലോ. ഇതിങ്ങനെ പ്രസംഗത്തിലൊരു പോയിന്റ് എന്നുള്ളതിൽ പറയാമെന്നല്ലാതെ ആ കാലം കഴിഞ്ഞു. പിന്നെ ജനാധിപത്യം എന്ന് പറയും, ഞങ്ങൾ അങ്ങനത്തെ ഒരു പദപ്രയോഗം ഉപയോഗിക്കില്ല. പിന്നെ ഏതായാലും ഉണ്ണിത്താൻ 1 ലക്ഷം വോട്ടിന് ജയിപ്പിച്ചിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം കള്ളവോട്ട് സംവിധാനത്തിൽ ജനാധിപത്യം എന്ന് പറയുന്നു. അത് അദ്ദേഹത്തിൻ്റെ രീതി, അത് അദ്ദേഹം മലയാള ഭാഷക്കുള്ള അദ്ദേഹത്തിൻ്റെ ടെർമിനോളജി. ഒരു ഗുണ്ടട്ടിനെ പോലെ പയ്യന്നൂരിലുള്ള ഒരു ഗുണ്ടട്ടായിട്ട് ശ്രീ AP നാരായണൻ ഉണ്ടാകും എന്നേ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ കാണാനും. ഒരുപോലെ തന്നെ ഞാൻ പറഞ്ഞതിൻ്റെ പിന്നെ അതുമായി ബന്ധപ്പെട്ടൊരു ഉപചോദ്യം എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പം CPM-ന്റെ ആളുകൾ അല്ലെങ്കിൽ LDF-ന്റെ ആളുകൾ കള്ളവോട്ട് ചെയ്യുന്നു, ആ വോട്ടുകളൊക്കെ ഉണ്ണിത്താനാണ് ലഭിക്കുന്നത് എന്നാണ്, ആ രീതിയിലാണ് അയാൾ സംസാരിച്ചത്. ഞങ്ങൾക്ക് അതിനകത്തുള്ളത് ഞങ്ങളെ വോട്ടേ ഞങ്ങൾക്ക് ചെയ്യാനുള്ളൂ, ഞങ്ങളാളുകൾ വോട്ട് ഞങ്ങൾക്കേ ചെയ്യൂ. ഇനി അദ്ദേഹത്തിൻ്റെ ഇതെന്താണെന്നുള്ള അദ്ദേഹത്തിനെ അറിയൂ. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഇങ്ങനെ ഒരു വളരെ ഉത്തരവാദിത്തമുള്ള നേതാവാണ്. നിങ്ങൾ പറഞ്ഞ പോലെ കർക്കശക്കാരനായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവാണ് എന്നാണ് താങ്കളൊക്കെ കാണുന്നത്. അദ്ദേഹം വളരെ ഉത്തരവാദിത്വം പറഞ്ഞു, താങ്കളിത് ഇലക്ഷൻ കമ്മീഷന് അത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്തട്ടെ.
എന്നതേ ഉള്ളൂ. മറിച്ച് ഞങ്ങളുടെ ഒരു വോട്ടും UDF പോയില്ല, അങ്ങനെ പോകാറില്ല. പിന്നെ ഫ്ലോട്ടിംഗ് വോട്ടുണ്ട്, ആ ഫ്ലോട്ടിംഗ് വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് വരും. അത് എല്ലായിടത്തും ഉള്ളതാണ്. അത് പയ്യന്നൂരുണ്ടാവും. അതിന് താരതമ്യേന കുറവാണ്, കുറച്ചുകൂടെ പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെട്ടതെന്നുള്ളതിൽ താരതമ്യേന ഫ്ലോട്ടിംഗ് വോട്ട് കുറവാണ്. അല്ല, ഒരു വിഭജന രംഗത്തൊക്കെ പ്രവർത്തിച്ചുള്ള യുവ CPM നേതാവാണ് താങ്കൾ. അത് അത്തരം ഒരു സന്ദർഭത്തിൽ നമ്മൾ കാലം ഒരുപാട് മാറി, പുതിയ തലമുറ വന്നു. അത്തരം കാലഘട്ടത്തിൽ നമ്മുടെ പാർട്ടികൾ അവരുടെ കേന്ദ്രങ്ങൾ പിന്നെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള കള്ള വോട്ടുകൾ അല്ലെങ്കിൽ ഇരട്ട വോട്ടുകളൊക്കെ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഇന്നത്തെ ജനാധിപത്യത്തെ പ്രക്രിയ അത് ഗുണകരമായി സഹായിക്കുമോ? അതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ല, അവസാനിപ്പിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് താങ്കൾക്ക് അതിന് ഉത്തരമായിട്ട് പറയാനുള്ളത്? അതിൽ താങ്കൾ പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ളൊരു കാര്യം, ഇപ്പോഴിതൊക്കെ അവസാനിപ്പിക്കുന്നത് മുമ്പുണ്ടായി എന്നുള്ളതല്ല. മുമ്പ് അങ്ങനെയുള്ളതായിട്ട് ഞങ്ങളൊരു ശ്രദ്ധയിൽ അങ്ങനെയില്ല. മറ്റൊന്നുള്ളത് കുറേയും കൂടി നമ്മുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നു. ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇരട്ട വോട്ടൊക്കെ ഇപ്പോൾ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ തള്ളിക്കളി ഇലക്ഷൻ കമ്മീഷൻ കഴിയും. ഇനി അങ്ങനെ വരട്ടെ, അത് ലോകത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ. മറ്റൊന്നുള്ളത് കുറേയും കൂടി രാഷ്ട്രീയം കുറേയും കൂടി സർഗാത്മകമാകണം. പുതിയ തലമുറ പഴയ കാലത്ത് അത് ആളുകൾ സിവിലൈസ്ഡ് ആയിപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ ജീവിതം മാറി. നമുക്കിപ്പോൾ പട്ടിണിയില്ല, അതിദാരിദ്ര്യമില്ല നാടായിട്ട് കേരളം മാറി. ഇനിയിപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF മുന്നോട്ട് പോകും, പട്ടിണിയില്ലാത്ത നാടാണ്. ആളുകൾ മാറി, ആളുകളുടെ ജീവിതം മാറി. ആളുകൾ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന അവരുടെ മക്കളും അവരുടെ വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് വരികയാണ്. അങ്ങനെ വരുമ്പോൾ ആളുകൾ പഴയതിനേക്കാൾ വ്യത്യസ്തമായി നന്നായി സമാധാനപരമായി ജീവിതം ആഗ്രഹിച്ച് സ്വത്തോടുകൂടി ജീവിക്കാൻ നിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കായികമായിട്ടുള്ള കാര്യങ്ങൾ ഒരാളും ആഗ്രഹിക്കുന്നില്ല. അതാണ് വസ്തുത. പക്ഷേ പയ്യന്നൂർ പോലും ആരാണതൊക്കെ ഉണ്ടാക്കിയത്? ഇപ്പോൾ ധനരാജൻ്റെ രക്തസാക്ഷിത്വം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. പയ്യന്നൂരുണ്ടായിട്ടുള്ള ഈ തലശ്ശേരി ഭാഗത്തുള്ള ക്രിമിനൽ പൊളിറ്റിക്സ് പയ്യന്നൂർ കൊണ്ടുവരാൻ മുന്നോട്ട് വരുന്ന BJP അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ വരണം. അതേക്കുറിച്ച് കോൺഗ്രസിൻ്റെ പ്രതികരണമൊക്കെ ഉണ്ടാവണം. പക്ഷേ ഒരു കാര്യമുള്ളത്, ഇങ്ങനെയുള്ള അക്രമ രാഷ്ട്രീയമൊന്നും പുതിയ കാലത്ത് ആളുകൾ ടോളറേറ്റ് ചെയ്യുന്നില്ല. ഒരു വസ്തുതയാണ്. അതിനനുസരിച്ച് എല്ലായിടത്തും ഉണ്ടാകണം. അതുകൊണ്ട് രാഷ്ട്രീയം മാറ്റി വെക്കുക എന്നല്ല, നല്ല ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം, സംവദിക്കണം. ഒരു സർഗാത്മകമായിട്ടുള്ള സംവാദത്തിൻ്റെ ഇടമായിട്ട് പയ്യന്നൂരിൻ്റെ രാഷ്ട്രീയ ഭൂമിക ഇനിയും വികസിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അക്കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ഇലക്ഷന് ശേഷം വന്ന ഇലക്ഷൻ പ്രഖ്യാപനത്തിന് ശേഷം വന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് വി.കെ. നിഷാദ്, അതുപോലെ തന്നെ DCB നന്ദകുമാറിൻ്റെ ജയിൽ വാസം, ഒരു ശിക്ഷാവിധി, ഒരു കാരണം നമുക്ക് രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് കേസുണ്ടാവും, നമുക്കുണ്ടായിട്ടുണ്ട്, കേസുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളിലൂടെയൊക്കെ നമ്മളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ സന്തോഷം ഇഷ്ടം പോലെ കേസ് ഉണ്ടായിട്ടുണ്ടാവും. അതൊരു പൊതു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ സക്രിയമായി ഇടപെടുന്ന സമയത്ത്, ഭരണകൂടത്തിനെതിരായിട്ടുള്ള സമരം നടത്തുന്ന സമയത്ത് അത്തരം കേസുകൾ സ്വാഭാവികമായിട്ടുണ്ടാവും എന്നത് അറിയാത്ത ഒരു മാധ്യമപ്രവർത്തകനൊന്നുമല്ല ഞാൻ. ഈ രണ്ടാളുടെ അറസ്റ്റ്, അതുപോലെ തന്നെ ജയിൽവാസം, അതുപോലെ തന്നെ കാറിയിലുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം, CPM വിമതനായിട്ടുള്ള ഒരാളുടെ സ്ഥാനാർത്ഥിത്വം, അയാൾ ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഈ രണ്ട് വിഷയങ്ങൾ CPM-ലെ ഞാൻ പലപ്പോഴും CPM-നെ എൻ്റെ ഒരു നിരീക്ഷണമാണ്, അത് ശരിയാണോ തെറ്റാണോ എന്ന് താങ്കൾക്ക് പറയാം. CPM-നെ വളരെ കാര്യമായിട്ട് വിമർശിച്ചു കൊണ്ടിരുന്ന ആളുകളൊക്കെ മാധ്യമങ്ങളിൽ, ഫേസ്ബുക്കിൽ, പൊതുവിടങ്ങളിലൊക്കെ CPM-നെ ശക്തമായിട്ട് അവർ വിമർശിക്കും. എന്നാൽ ഇലക്ഷന് 2 ദിവസം മുമ്പിൽ വരുമ്പോൾ അവരായിരിക്കും മുമ്പിൽ നിന്നിട്ട് CPM-ന് വേണ്ടിയിട്ട് ബൂത്തിലും പോവാനും ആളുകളെ കൊണ്ടുവരാനൊക്കെ മെനക്കെടുന്ന അതാണ് CPM-ന്റെ LDF-ന്റെ ഒരു കരുത്ത് എന്ന് പറയുന്നത്. ഈ രണ്ട് സംഭവങ്ങൾ പാർട്ടി അണികളുടെ അനുഭാവികളുടെ ഇടയിൽ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അവര് പാർട്ടി എന്തോ അപകടത്തിലേക്ക് വരുന്നു എന്നുള്ള ഒരു ഘട്ടം വന്ന സമയത്ത് LDF-ന് അനുകൂലമായിട്ട് ചിന്തിക്കുന്നു എന്നുള്ള ഒരു നിരീക്ഷണം ഇവിടെയുണ്ട്. ആ നിരീക്ഷണത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം? അത് സാധാരണ പറയാറുണ്ടല്ലോ, പാർട്ടി ഒരു പ്രതിസന്ധിയിലാവുമ്പോഴാണ് അവസാനത്തെ അണിയും മുന്നോട്ട് വരിക. ഞാനതിൻ്റെ ഒരു ആലങ്കാരികമായിട്ടുള്ള പദപ്രയോഗത്തിലേക്ക് ഒന്നും പോകുന്നില്ല. ഇവിടെ നിങ്ങൾ നോക്കുക, 46-ാം വാർഡിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പയ്യന്നൂരിലെ മറ്റ് 45 വാർഡിനേക്കാൾ വളരെ സജ്ജം. അവിടെ ഓരോ ഇടത് മുന്നണിയുടെ പ്രവർത്തനം നിഷാദായി മാറിയിരിക്കുക. കേസ് എന്താണ്? ഇപ്പോൾ നിഷാദായാലും അതുപോലെ നന്ദനായാലും
2 DYFIയുടെ പ്രധാനപ്പെട്ട ബ്ലോക്ക് നേതാക്കളാണ്, ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചെറുപ്പക്കാരായിട്ടുള്ള നേതൃത്വമാണ്. ഇപ്പോൾ രണ്ടാളും കള്ളക്കേസിലാണ് പെടുത്തിയത്. പിന്നെ പയ്യന്നൂരിൽ ഞങ്ങളെ ശാരീരിക ആക്രമിക്കുന്നു, ഞങ്ങളെല്ലാം കള്ളക്കേസ് പെടുത്തിയിട്ടുണ്ട്. ഞാനതിൻ്റെ ഭാഗത്തേക്കൊന്നും പോകില്ല, പറയുമ്പോൾ ഒരു സബ് ജുഡീഷ്യൊക്കെ ആയിപ്പോകും, ആ ഭാഗത്തേക്കൊന്നും പോകില്ല. അതൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന കാര്യമാണ്. കള്ളക്കേസുകളാണ് പയ്യന്നൂരിലെ CPMൻ്റെ ചെറുപ്പക്കാരായ നേതാക്കന്മാരുടെ മുഴുവൻ പേരിലുള്ളത്. ആ കേസുകളെല്ലാം കോടതിയിൽ തെളിയിക്കപ്പെടും നിരപരാധിത്വം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. മറ്റൊന്ന് നന്ദനായാലും നിഷാദായാലും അവരുടെ എല്ലാം തെരഞ്ഞെടുപ്പിനകത്ത്, നിഷാദിൻ്റെ തെരഞ്ഞെടുപ്പിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ. ഞാൻ ആ വിഷയം ഇവിടെ പറഞ്ഞു, അതുകൊണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കുകയല്ല. ഒരു കേസ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വന്നതുകൊണ്ട് മുഖം രക്ഷിക്കാൻ വേണ്ടി ആളുകളെ തള്ളിപ്പറയുന്ന രാഷ്ട്രീയമല്ല ഞങ്ങളത്. അതാണ് ഞങ്ങൾ പറയുന്നൊരു കാര്യം. ജനപ്രതിനിധി എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ നിഷാദ് അവിടെ 5 വർഷം ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസം. അത് ആ തരത്തിൽ തന്നെ പോകും. അതുകൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് മറ്റൊന്നും സ്ഥാനാർത്ഥി ഇല്ല എന്നത് അവിടെ ഒരു വിഷയമായിട്ടേ ഇല്ല. ജനങ്ങൾ നല്ല ആവേശത്തിലാണ് അവിടെയുള്ള ആളുകൾ. ഞങ്ങൾ പല വീടുകളും കയറിയതാണ് ഇവിടെ. അപ്പോൾ അതൊക്കെ ജനങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ടും ജനങ്ങൾ ഈ കേസിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളുകളാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു അനുഭവം. മറ്റൊന്നുള്ളത്, ഈ 36-ാം വാർഡിൽ അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വന്നത്, അയാൾ സ്വതന്ത്രനാണ്, CPMൻ്റെ നേതാവായിരുന്നു, ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു എന്നുള്ള പാസ്റ്റ് ടെൻസാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടു. പാർട്ടിയിൽ പല അഭിപ്രായങ്ങളും അകത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകും. പക്ഷെ പാർട്ടി ഒരു പൊതു നിലപാടെടുത്താൽ ആ നിലപാടിൻ്റെ കൂടെ നിന്നു പോകുക എന്നതാണ് നമ്മളൊക്കെ ചെയ്യുക. അതാണ് എല്ലാ സംഘടനയുടെ ഒരു ചട്ടക്കൂട്. അതിൽ നിൽക്കാൻ കഴിയാത്ത ആളുകൾ പാർട്ടിക്ക് നിൽക്കാൻ പറ്റില്ല. ഒരു കാര്യം ഉറപ്പ്, 36-ാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ വലിയ നേതാവായിട്ടുള്ള PJ ആണ്. അദ്ദേഹം അവിടെ വിജയിച്ചു വരും, ഒരു തർക്കവുമില്ല. അവിടെ 36-ാം വാർഡിൽ ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൊക്കെ ഇടപെടുകയാണ്. അവിടെ നല്ല ഭൂരിപക്ഷത്തിൽ PJ ജയിക്കും. അതിനകത്ത് ഒരു കാര്യവുമില്ല. ഒരു പ്രാദേശിക വിഷയം, ആ പ്രാദേശിക വിഷയത്തിനകത്തുണ്ടായ കാര്യങ്ങൾ, അതാണ് ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ളത്. ഏതായാലും പാർട്ടി അതിൻ്റെ നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാടെന്ന് പറയുന്നത് എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ച് പോകാമെന്നല്ല. അപൂർവ ആളുകൾ ഇപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. ഞങ്ങൾ അവരോട് പറയുന്നത് തെറ്റിദ്ധാരണകൾ മാറും, ഒരു സംശയമില്ല. ഒരു വികാരത്തിനൊക്കെ ഭാഗമായിട്ടുണ്ട്. അതൊക്കെ മാറി എല്ലാ ആളുകളും ചേർന്ന് തെറ്റ് തിരുത്തി അവർ വരുമ്പോൾ ഞങ്ങൾ സ്വീകരിക്കും. അത് വളരെ ചെറിയ നമ്പറുള്ളൂ കേട്ടോ. അതൊന്നൊരു ഇലക്ട്രൽ പൊളിറ്റിക്സിനെ ബാധിക്കുന്ന തരത്തിലേക്കൊന്നുമില്ല. അതുകൊണ്ട് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും എന്ന് തന്നെയാണ് അക്കാര്യത്തിൽ ഞങ്ങളുടെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഒരു ചോദ്യം, കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പയ്യന്നൂരിലെ പാർട്ടിയുടെ വിഭാഗീയത വിഷയങ്ങൾ പിന്നെ ജില്ലാ കമ്മിറ്റി അടക്കം അതിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ചില വിഷയങ്ങൾ ഒരു പിന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല എന്ന് പറഞ്ഞാൽ കാലത്തിനനുസരിച്ചിട്ട് പുതിയ പുതിയ ചിന്താധാരകളും പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ അകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഒരു വ്യക്തിയിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ചെയ്ത് ശരിയാണോ, അത് ശരിയായില്ല, തെറ്റാണ്, അങ്ങനെയുള്ള നമ്മൾ തന്നെ പരസ്പരം അങ്ങനെ ആ രീതിയിൽ ചിന്തിക്കാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ ഒരു ചോദ്യം, പാർട്ടിയിലെ വിഭാഗീയ വിഷയങ്ങളിൽ കണ്ടുവച്ചിട്ടുണ്ട് അതിൽ അസംതൃപ്തരായ അനുഭാവികളുടെ വോട്ട് തങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ള രീതിയിൽ AP നാരായണൻ അടക്കമുള്ള ആളുകൾ പച്ചവെളിച്ചത്തിൻ്റെ നേതാവിനൊപ്പം എന്ന പരിപാടിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ വിഭാഗീയ വിഷയങ്ങളിൽ ഇപ്പോഴും നമ്മുടെ LDFിലോ CPMലോ തുടരുന്നുണ്ടോ? അത് പൂർണ്ണമായിട്ട് അത്തരം പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്തിട്ട് നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെയാണോ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് എന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഏരിയ സെക്രട്ടറിക്ക് പറയാം? അതിലൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. താങ്കൾ പറഞ്ഞതിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തോ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യുക എന്ന് പറയുന്നത് അല്ലല്ലോ, സംഘടനാപരമായി പരിഹരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പയ്യന്നൂരിലെ ജനങ്ങളോട് മറച്ചു വെക്കാനൊന്നുമില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കാര്യവും മറച്ചു വെക്കാനില്ല. പയ്യന്നൂരിലെ പാർട്ടിയിൽ അനപരിശമായ ചില പ്രവണതകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തിരുത്തി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു കൂട്ടായ നേതൃത്വം എന്നതിൽ ഇടപെടുണ്ടാകുകയാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു 2 വർഷത്തിനിപ്പുറം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. മറ്റൊന്നുള്ള ആ തരത്തിൽ കൂട്ടായ നേതൃത്വമാണ്. താങ്കൾ പറഞ്ഞ പോലെ ഒരു സംഘടന എന്ന് പറയുന്നത് വിവിധ വ്യക്തികൾ ചേർന്നാണ് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും. അതിന് സംഘടനാപരമായി പരിഹരിച്ചു പോകുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി. അങ്ങനെ പരിഹരിച്ച് പോവുകയാണ് പയ്യന്നൂരിലെ പാർട്ടി. പയ്യന്നൂർ പാർട്ടി ഒറ്റക്കെട്ടായി പോവുകയാണ്. തെറ്റായ ചില കാര്യങ്ങൾ പയ്യന്നൂരിലുണ്ടായിരുന്നു. അതുണ്ടായിരുന്നു എന്നത് മുമ്പ് നടന്ന കാര്യമാണ്.
ഇപ്പോൾ ഒറ്റക്കെട്ടായി പോകുന്നു. അതിലൊരു സംശയവുമില്ല. താങ്കളെപ്പോലുള്ള പയ്യന്നൂരിലെ പാർട്ടി CPM-നെല്ലാം ക്ലോസ് വാച്ച് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അറിയുന്നൊരു കാര്യം, ആ കാര്യങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ കാര്യങ്ങളെല്ലാം പരിഹരിച്ചു ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പ് നേരിടുകയാണ്. പിന്നെ വെച്ചാൽ ഇങ്ങനെ ഇത് ഈ കട്ടിലുകൊണ്ട് പനിക്കുക എന്നൊക്കെ പറയുന്നത്, അത് പനിച്ചങ്ങ് നിൽക്കട്ടെ. നല്ല പാരാസെറ്റമോൾ നിൽക്കാൻ സാധ്യയില്ല, പനി ഡോളോയിൽ നിൽക്കാൻ സാധ്യയില്ല എന്നതേ ഉള്ളൂ. ഏതായാലും ആ കലമെല്ലാം വാങ്ങി വെക്കുന്നതാണ്. ഞങ്ങൾ നല്ല ഒറ്റക്കെട്ടായിട്ട് നല്ല ഭൂരിപക്ഷത്തിലൂടെ വരും. ഞങ്ങൾ കാണുന്ന വ്യക്തിയല്ല പാർട്ടി. പാർട്ടി ഏരിയ സെക്രട്ടറി ഈ കസേരയിൽ ഇതിനു മുമ്പ് ആളുകൾ ഇരുന്നിട്ടുണ്ട്, ഇനിയും ആളുകൾ ഇരിക്കും. ഇതൊക്കെ ഞങ്ങളൊക്കെ ഒരു പ്രതീകം മാത്രമാണ്. അതുകൊണ്ട് പയ്യന്നൂരിലെ പാർട്ടി എന്ന് പറയുന്നത് ഏതൊരു നേതാവിൻ്റെ കൂടെയുള്ള പാർട്ടിയാണ്. പയ്യന്നൂരിൽ എല്ലാ ആളുകളും, പാർട്ടിയുടെ എല്ലാ ആളുകളും ചേർന്നാണ് നേതൃത്വം, കൂട്ടായ നേതൃത്വമാണ്. ആ കൂട്ടായ നേതൃത്വത്തിൻ്റെ കൂടെ പയ്യന്നൂർ പാർട്ടി ഒന്നിച്ചു പോവാണ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു തരത്തിലുമുള്ള ഒരു കാര്യവും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ്, താങ്കളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ ഞങ്ങൾ അടുത്ത് നിന്ന് വാച്ച് ചെയ്യുന്ന ആളുകളാണല്ലോ, വീക്ഷിക്കുന്ന ആളുകൾ. താങ്കൾക്ക് എവിടെയെങ്കിലും അങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റുമോ? ഒന്നുമില്ല. നല്ല ഐക്യത്തോടു കൂടി മുമ്പുള്ളതുപോലെ തന്നെ ഞങ്ങളുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾ സംഘടനാപരമായി പരിഹരിച്ചു കഴിഞ്ഞു. അതിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുന്നു എന്ന് തന്നെയാണുള്ളത്. ഏതായാലും നല്ല ഇങ്ങനെയുള്ള വാദമൊക്കെ ഉയർത്തുന്ന ആളുകൾക്കുള്ള മറുപടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അത് പയ്യന്നൂർ നഗരസഭയിലും കരുവള്ളൂരും രാമതളിയിലെല്ലാം ഇതെല്ലാം സ്വപ്നം കാണുന്ന ആളുകൾക്കുള്ള നല്ല മറുപടി. ഒരു മലപ്പുഴക്കാരുടെ സ്വപ്നമാണ് ഇങ്ങനെയുള്ള സ്വപ്നം എന്ന് തെളിയിക്കുന്നതായിരിക്കും ജനവിധി. അതിനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ പ്രവർത്തകരും. അതുപോലെ തന്നെ ഒരു ഉപചോദ്യം കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ, 1-2 ചോദ്യങ്ങളേ ഉള്ളൂ, നമുക്ക് തിരക്കേണ്ടത് എനിക്കറിയാം. എന്ന് വെച്ചാൽ ഇപ്പം താങ്കൾ സൂചിപ്പിച്ചു, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എവിടെയെങ്കിലും നമ്മുടെ വിഭാഗീയതയെക്കുറിച്ച് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഒത്തൊരുമയോട് കൂടിയിട്ട് സുസംഘടിതമായിട്ട് ഒരു സ്വിച്ചിട്ടാൽ പ്രവർത്തിക്കുന്ന രീതിയിൽ സംഘടന പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിയിൽ എൻ്റെ അഭിപ്രായം. പക്ഷേ ഇവിടെ ഉണ്ടായിട്ടുള്ള ചില സംഭവവികാസങ്ങൾ പാർട്ടി അനുഭാവികളിൽ വലിയ സങ്കടമുണ്ടാക്കിയിട്ടുണ്ട്. അത്തരക്കാരുടെ പൂർണ്ണ പിന്തുണ ഈ ഇലക്ഷനിൽ താങ്കൾ പ്രതീക്ഷിക്കുന്നു? അതൊരു അടിയൊഴുക്കായിട്ട് UDF-ന് അനുകൂലമായിട്ട് വരുമോ എന്നൊരു ചോദ്യം, അത് സാങ്കല്പികമായിട്ട് എന്തെങ്കിലുമായിട്ടൊരു ചോദ്യം ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഏരിയ സെക്രട്ടറിക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നുള്ളത്, സങ്കല്പങ്ങൾക്കുള്ള ചോദ്യത്തിന് മറുപടി പറയാന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ശരിയല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് ഒരു അടിയൊഴുക്കും പയ്യന്നൂരിലില്ല. നല്ല അടിയൊഴുക്ക് അനുകൂലമായിട്ടാണ്. അത് കോൺഗ്രസിൻ്റെ വോട്ട് ഇങ്ങോട്ടേക്ക് വരും, BJP-യുടെ വോട്ട് ഇങ്ങോട്ടേക്ക് വരും, ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്ത ആളുകൾ വോട്ട് വരും. ഞങ്ങൾ കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാൾ വോട്ട് കിട്ടും. കഴിഞ്ഞ വർഷം UDF-ന് വിമതരടക്കം 9 സീറ്റാണുള്ളത്. ഇത്തവണ ആ അക്കത്തിലേക്ക് പോലും UDF എത്തില്ല. ഒരു നമ്മൾ CPI-യുടെ V. ബാലനോട് ഞാനൊരു ചോദ്യം ചോദിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ LDF-ൽ വലിയേട്ടൻ മനോഭാവം ഉണ്ടോ എന്ന സമയത്ത് അയാൾ പറഞ്ഞൊരു ഉത്തരം എന്ന് പറഞ്ഞാൽ, ഒരു CPM നേതാവ് പറയുന്നേക്കാൾ കടന്നിട്ടാണ് അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യമായിരിക്കാം. എന്താ അയാൾ പറഞ്ഞു പറഞ്ഞാൽ, അങ്ങനത്തെ ഒരു സംവിധാനമില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ഘടകകക്ഷികളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരോട് പ്രത്യേകം ചർച്ച ചെയ്തുകൊണ്ട് ആണ് LDF ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ സമീപിച്ചിട്ടുള്ളത്. എല്ലാ ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ചിലർക്ക് മത്സരിക്കാൻ പറ്റാത്ത ചില സാഹചര്യം ഉണ്ടായതുകൊണ്ട് അവർക്ക് സീറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല. അതേ പറയുന്ന സമയത്ത് അയാൾ പറഞ്ഞു, ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടല്ലോ അപ്പുറത്ത്, UDF എന്ന് പറയുന്നത്, അതിൽ 46 സീറ്റിൽ ആരൊക്കെയാണ് മത്സരിക്കുന്നത്? കോൺഗ്രസും ലീഗുമാണ്. അവിടെ CMPയെ പോലുള്ള പാർട്ടികൾക്ക് പരിഗണിക്കാൻ വേണ്ടി തയ്യാറില്ല. അത് ജനാധിപത്യ പാർട്ടിയല്ല. അവിടെ എവിടെയാണ് ജനാധിപത്യം? എവിടെയാണ് മറ്റ് സമഭാവനയോടുകൂടി മറ്റ് ഘടകകക്ഷികളെ കാണുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. LDF അത്തരം ഒരു ചോദ്യം, LDF ഇപ്പം തങ്ങളുടെ കൂടെയുള്ള എല്ലാ കക്ഷികളോടും മാന്യമായ രീതിയിലുള്ള പെരുമാറ്റമുണ്ട് എന്ന് ഒരു ഘടകകക്ഷി നേതാവാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അത്തരം ചോദ്യത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ UDF-ലെ ലീഗും കോൺഗ്രസും സീറ്റ് പങ്കിട്ടെടുത്തും CMP പോലുള്ള ഘടകകക്ഷികൾക്ക്, മറ്റുള്ള ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്തില്ല. അവരുടെ ഇടയിൽ വലിയ പ്രശ്നമുണ്ട്. അത് പുറത്ത് ആ രീതിയിൽ വരുന്നില്ല എന്നല്ലോ. അതിനെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചാൽ താങ്കളുടെ അഭിപ്രായം. വേറൊരു ചോദ്യം കൂടി ചോദിച്ചാൽ നമുക്ക് നിർത്താം. താങ്കൾക്ക് തിരക്കുണ്ട്, എനിക്ക് തിരക്കില്ല. അല്ല, ഇതിനകത്തുള്ളൊരു കാര്യം, ഞങ്ങൾ പയ്യന്നൂരിലെ ഏറ്റവും അധികം ജനപിന്തുണയുള്ള പാർട്ടി, ഞാൻ അഹങ്കാരത്തോടെയല്ല, ഞങ്ങൾ നല്ല വിനയത്ത് പറയാം. പക്ഷെ അത് പറയുമ്പോഴും ഞങ്ങൾ അങ്ങനെ അപ്രമാദിത്വം ഞങ്ങൾ ഘടകകക്ഷികൾ കാണിക്കാറില്ല. താങ്കൾ പറഞ്ഞിട്ടുള്ള V. ബാലാട്ടൻ, അദ്ദേഹം പറഞ്ഞ അഭിപ്രായം എന്ന് പറയുന്നത് അടുത്ത മുന്നണിയുടെ ഏത് നേതൃതലത്തിലുള്ള ആളോട് ചോദിച്ചാലും പറയുന്ന അഭിപ്രായമാണ്. മറിച്ച് അപ്പുറത്തേങ്ങ ജനാധിപത്യ മുന്നണി എന്നൊക്കെ പറയും, ഐക്യമൊക്കെ ഉണ്ടെന്ന് പറയും, തമ്മിൽ തല്ലാണ് അതിനകത്ത്.
ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥി പട്ടിക പോലും എങ്ങനെയാണ് പുറത്തിറക്കിയതെന്ന് താങ്കൾക്കറിയാം. പല രാഷ്ട്രീയ പാർട്ടികളെയും അവർ ചവിട്ടി മുതിക്കുകയാണ്. അത് ഇവിടെ മാത്രമല്ല, കേരളത്തിൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്തരം ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ കേരളത്തിലും CMUക്കൊന്നും കേരളത്തിൽ സീറ്റ് എവിടെയാണെന്ന് നമുക്കറിയാം. പൊതുവേ ഇടതുപക്ഷ ജനാധിപത്യം, ഞങ്ങൾ അവരുടെ കാര്യങ്ങൾ കുറ്റം കണ്ട് അത് പറഞ്ഞു നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ കാണുന്നത് ജനങ്ങൾക്ക് വേണ്ടി മികച്ച രൂപത്തിലുള്ള ഇടപെടൽ നടത്തുക, ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും. അതാണ് ഇടതുപക്ഷ ജനാധിപത്യം. സീറ്റിൻ്റെ തലത്തിലല്ല ഇടതുപക്ഷ ജനാധിപത്യം ഉള്ളത്. ഞങ്ങളൊരു രാഷ്ട്രീയ മുന്നണി. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനപക്ഷത്തുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എല്ലാ ആളുകളും ചേർത്ത് നിർത്തുക എന്നത് ഏറ്റവും അധികം ജനപിന്തുണയുള്ള പാർട്ടി എന്നതിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്നാണ് പയ്യന്നൂരിൽ ഞങ്ങൾ കാണുന്നത്. അതാണ് ഞങ്ങൾ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പം ജില്ലാ കമ്മിറ്റി മെമ്പർ സരിൻ ശശിയെ തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആയിരിക്കുമോ നിങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ചെയർമാൻ? ഒരു സാങ്കല്പികമായ ചോദ്യം. അല്ല, അത് താങ്കൾക്കും അറിയാം, പയ്യന്നൂർ എല്ലാ ആളുകൾക്കും അറിയാം. CPM ഒരു തെരഞ്ഞെടുപ്പിന് മുഖത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെക്കാറില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നോട്ട് വെക്കാറില്ല. മുനിസിപ്പാലിറ്റി ചെയർമാനെ പഞ്ചായത്ത് പ്രസിഡന്റിനെ മുന്നോട്ട് വെക്കാറില്ല. അതൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം CPMത്തിൻ്റെ പാർട്ടി ഘടകങ്ങൾ ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഏതായാലും സരിൻ ശശി ഇവിടെ മത്സരിക്കുന്നു. അദ്ദേഹം DYFIയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, സ്റ്റേറ്റ് ഭാരവാഹിയായിരുന്നു, പയ്യന്നൂർ കോളേജിലെ വിദ്യാർത്ഥി നേതാവായിരുന്നു, ഒരു ഉയർന്ന നേതൃഘടകത്തിലുള്ള ആളാണ്. ഒപ്പം തന്നെ ഞങ്ങളുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ VK നിഷാദുണ്ട്, അതോടൊപ്പം തന്നെ ശ്യാമളേച്ചുണ്ട്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുണ്ട്. അവരൊക്കെ ഉള്ള ഒരു ഭരണസമിതിയാണ് വരിക. അതിലാര് ഏതൊക്കെ സ്ഥാനത്ത് വരണമെന്നത് തെരഞ്ഞെടുപ്പിനെ തുടർന്ന് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കും. താങ്കളെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ ഈ കാലഘട്ടത്തിൽ യുവജന രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിച്ച ഒരാളാണ്. SFI കാലഘട്ടത്തിൽ DYFI രംഗത്തൊക്കെ വളരെ സജീവമായിട്ട് സക്രിയമായി പ്രവർത്തിച്ച ഒരു യുവജന നേതാവാണ് താങ്കൾ. താങ്കളെ പോലുള്ള ഒരാൾ ഇതിനു മുമ്പ് തന്നെ പയ്യന്നൂരിലെ നഗരസഭ അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ വന്നിരുന്നുവെങ്കിൽ കുറേയൊക്കെ നഗരസഭ മാറുമായിരുന്നു എന്നുള്ള ചിന്ത വ്യക്തിപരമായി വെച്ച് പുലർത്തുന്ന ഒരാളാണ് ഞാൻ. അങ്ങനത്തെ ഒരു ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു വ്യക്തിപരമായ ആഗ്രഹമാണ്. കാരണം താങ്കളെ പോലുള്ള അനുഭവ സമ്പത്തുള്ള യുവജന രംഗത്തുള്ള ഒരാൾ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മുമ്പ് വന്നിരുന്നുവെങ്കിൽ പയ്യന്നൂർ നഗരസഭ ഇന്ന് കാണുന്നതിനേക്കാൾ തിളക്കമാർന്ന രീതിയിൽ മുന്നോട്ട് പോകുമായിരുന്നു എന്ന ഒരു ചിന്തയുണ്ട്. അങ്ങനത്തെ ഒരു ചിന്തയെക്കുറിച്ച് ചോദിച്ചാൽ എന്തായിരിക്കും സഖാവ് പി സന്തോഷ് പറയാം? അല്ല, എങ്കിൽ എന്ന് പറയുന്നതിന് രാഷ്ട്രീയത്തിൽ ഒരു അടിസ്ഥാനമില്ല. മറ്റൊന്നുള്ളത്, ഇവിടെ പയ്യന്നൂർ നഗരസഭയിൽ വന്നിട്ടുള്ള ചെയർമാന്മാരൊക്കെ ഞങ്ങളെക്കാൾ കഴിവുള്ള ആളുകളാണ്. താങ്കളൊരു ചോദ്യത്തിൽ ചില ദുസ്സൂചനയൊക്കെ ഉണ്ട്. അതൊരു പിന്നൊന്നുള്ളത്, പാർട്ടിയാണ് ഏതൊക്കെ ആളുകൾ ഏതൊക്കെ ചുമതല ഏറ്റെടുക്കണം തീരുമാനിക്കാറ്. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലുണ്ടായിരുന്നു, DYFIയിലുണ്ടായിരുന്നു. തുടർന്ന് DYFI കഴിഞ്ഞപ്പോൾ എന്നെ ഇവിടെ പാർട്ടി ചുമതലപ്പെടുത്തിയത് തളിപ്പറമ്പ് കാർഷിക വികസന സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ ആ ചുമതല നിർവഹിക്കുമ്പോഴാണ് പാർട്ടി ഒരു പക്ഷേ പയ്യന്നൂരിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല, പക്ഷേ ഒരു വ്യക്തിപരമായി നോക്കിയാൽ താങ്കൾ അങ്ങനെ ഒരു ചോദ്യം വന്നുകൊണ്ട് പറയുകയാണ്. ഒരു പക്ഷേ പയ്യന്നൂരിൽ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഒരാൾ തിരഞ്ഞെടുക്കുന്നു, അത് എന്നെ ചുമതല ഏൽപ്പിക്കുന്നു. അതൊക്കെ കാണുന്നത് ഒരു പക്ഷേ ഇതിനേക്കാൾ നഗരഭരണത്തേക്കാൾ വലിയൊരു ചുമതല ഞങ്ങളെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും ഒരു സ്ഥാനത്തെത്തുക എന്നതല്ല ഞങ്ങൾ കാണും. ഞങ്ങളിപ്പോൾ പാർട്ടിയുടെ ഒരു ഏരിയ സെക്രട്ടറി ആവുക എന്നതാണ് ഇതിനേക്കാൾ ഏറ്റവും മികച്ച ഒരു ഇത്. പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതല അത് ഓരോ ഘട്ടത്തിൽ മാറി മാറി വരും. അത് സ്വാഭാവികമായിട്ടും എല്ലാ കാലത്തും CPMൻ്റെ രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ്. അതിൽ ഏതെങ്കിലും ആൾ വന്നിരുന്നെങ്കിൽ എന്തൊക്കെ എന്നൊന്നും ഒരു ഇമാജിനറി ആയിട്ടുള്ള ചോദ്യമാണ്. അതൊന്നൊരു വളരെ സങ്കല്പത്തിലുള്ള ചോദ്യമാണ്. താങ്കളിപ്പോഴുള്ള ആളുകൾ അങ്ങനെ ഒരു സങ്കല്പത്തിൽ മാത്രം ജീവിക്കുന്ന ആളുകളാകരുത് എന്നുള്ള വിനയത്തോടു കൂടിയുള്ള ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഏതായാലും പയ്യന്നൂരിൽ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ചെയർമാന്മാരെല്ലാം മികച്ച രീതിയിലുള്ള ആളുകളാണ്. ഇനിയും അങ്ങനെ തന്നെയാവും. പാർട്ടി അങ്ങനെയുള്ള ആളുകളെയാണ് ആ ഭരണത്തിന് ചുമതലപ്പെടുത്തുക. ഒരു കാര്യം കൂടെ പറയുന്നത്, താങ്കൾ ഇപ്പം മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന നല്ല ഒരു ചുമതല നിർവഹിച്ചിട്ടുണ്ട്. അത് വളരെ സുദീർഘമായ രീതിയിൽ താങ്കൾ നിർവഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കോവിഡ് കാലഘട്ടത്തിലൊക്കെ താങ്കളുടെ നേതൃപരമായ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൽ താങ്കൾ ആർജിച്ചിട്ടുള്ള സംഘാടക മികവ് കൃത്യമായി പാലിച്ചിട്ടുണ്ട്. വിമർശനത്തെ വിമർശനമായിട്ടും നല്ലതിനെ നല്ലതായിട്ടും പച്ചക്ക് പറയുന്ന ഒരാളാണ് ഞാൻ ഒരു മാധ്യമപ്രവർത്തനം എന്ന രീതിയിൽ. താങ്കളെക്കുറിച്ച് വളരെ നല്ലൊരു ഇമേജ് ആ ഒരു ഘട്ടത്തിൽ ആ ഒരു രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ടീച്ചറമ്മ എന്ന് പറയുന്ന
പിന്നെ ശൈലജ ടീച്ചറെ ആ രീതിയിൽ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ള രീതിയിൽ അഡ്വക്കേറ്റ് പി സന്തോഷിന്റെ സ്വാധീനം വളരെ വലുതായിരുന്നു എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും പൊതുമണ്ഡലത്തിൽ മാധ്യമങ്ങളിലൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകനാണ്. അതിൽ തർക്കമില്ല. പയ്യന്നൂർ നമ്മുടെ വന്നു കഴിഞ്ഞാൽ ഒരു വിഷയത്തിൽ നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ താങ്കളുടെ കാലഘട്ടത്തിൽ ആണ് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. വലിയ കെട്ടിടം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പയ്യന്നൂരിന് അഭിമാനകരമായ ഒരു കെട്ടിടം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനോടനുബന്ധിച്ച സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പച്ചവെളിച്ചം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം, അത് താങ്കൾക്ക് അതിനെ പച്ചവെളിച്ചത്ത് വിമർശിക്കുകയാണെങ്കിൽ വിമർശിക്കാം, ആരും വിമർശനത്തിന് അതീതരല്ല. പച്ചവെളിച്ചം ഒരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയെ തിരികെ പിടിക്കണം, അതിൻ്റെ സാധ്യതകൾ അതിൻ്റെ സൗകര്യത്തിനനുസരിച്ചുള്ള ചികിത്സാ സംവിധാനങ്ങൾ അവിടെ ഉണ്ടാകണം. അത്തരം ചികിത്സാ സംവിധാനങ്ങൾ ഉണ്ടാവുന്നില്ല. 300 കിടക്ക സൗകര്യമുണ്ട്, പരിമിതമായ കിടത്തി ചികിത്സയാണ് അവിടെ ഉള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടിട്ട് ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ച ഒരാളെന്ന രീതിയിൽ താങ്കൾക്ക് എന്താണ് പറയാൻ? പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ താങ്കൾ പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ വരാം. ആദ്യമായിട്ട് താങ്കൾ ഒരു കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിൽ കുറേയും കൂടി വലിയ രൂപത്തിൽ ആത്മനിഷ്ഠമാകുന്നു, വ്യക്തി കേന്ദ്രീകൃതമാകുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒന്ന്, കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ, അവരൊരു ടീച്ചറമ്മ എന്ന നിലയിലൊക്കെ വന്നിട്ടുണ്ട്, ആളുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട് കോവിഡ് കാലത്ത് മറ്റ് വിവിധ ഘട്ടം. പക്ഷെ അതൊന്നും ഒരു പ്രൈവറ്റ് സെക്രട്ടറി മോൾഡ് ചെയ്ത് എന്നല്ല. ഞങ്ങളൊക്കെ അന്ന് ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാണ് ആരോഗ്യമന്ത്രിയും ഒക്കെ ഉണ്ടായി. ഞങ്ങളുടെ ഓഫീസൊക്കെ അതിൻ്റെ മുഖ്യമന്ത്രിയുടെ ഒരു സർവേലൻസ്, ഒരർത്ഥത്തിൽ സർവേലൻസ് അല്ല, ഞങ്ങളൊക്കെ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇടപെട്ടത്. അതുകൊണ്ട് കേരളത്തിൽ ടീച്ചറമ്മ എന്ന നിലയിൽ ശൈലജ ടീച്ചർ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃപാടവം, അന്ന് CPMൻ്റെ ലീഡർഷിപ്പിൻ്റെ ഒരു ദിശാബോധം, ഇതൊക്കെയാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് മാറിയിട്ട് മുഖ്യമന്ത്രിയിൽ നിന്ന് മാറിയിട്ട് ഒരു മന്ത്രി എന്ന നിലയിലേക്കേ പോകുന്നത് ശരിയല്ല. അന്ന് CPMൻ്റെ നേതൃത്വത്തിൻ്റെ കാഴ്ചപ്പാട്, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾ, അതാണ് ആരോഗ്യവകുപ്പിനെയും മറ്റേത് വകുപ്പിനെ പോലെ മികച്ചതാക്കിയത്. അതിലിപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറിക്ക് വലിയ റോളുണ്ട് എന്ന് താങ്കൾ പറഞ്ഞാൽ അതൊന്നും ശരിയായ ഒരു വസ്തുതയല്ല. ഓഫീസുണ്ട്, മറ്റ് സംവിധാനങ്ങൾ, അതിൻ്റെ മെക്കാനിസം ഉണ്ട്, ഒക്കെ ജീവനക്കാർ എല്ലാ ആളുകളും ചേർന്നിട്ടുള്ള സംവിധാനമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മികവ് അത് ഏതെങ്കിലും 1-2 ആളുകളുടെ ഒരു ചുമലിലുള്ള നക്ഷത്രമാക്കി കാണരുത് എന്നുള്ള അഭിപ്രായമാണ് ആ കാലയളവിൽ ആ രംഗത്തുണ്ടായ ഒരാൾ എന്നതിൽ എൻ്റെ അഭ്യർത്ഥന. മറ്റൊന്നുള്ളത്, പയ്യന്നൂർ ഗവൺമെൻറ് ആശുപത്രി 108 കോടിയുടെ ഒരു കിഫ്ബിയുടെ പ്രൊജക്റ്റാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ട്. അത് താങ്കൾ പറയുന്നത് പോലെ ആശുപത്രി വരേണ്ടതുണ്ട്, താലൂക്ക് ആശുപത്രിയാണ്. അവിടെ കുറച്ചുകൂടെ പോസ്റ്റുകൾ വരേണ്ടതുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്, കുറേയും കൂടി എക്യുപ്മെൻറ്റ്സ് വരേണ്ടത്. പക്ഷേ നമ്മൾ അങ്ങനെ വരേണ്ടതുണ്ട് പറയുമ്പോഴും പയ്യന്നൂർ പഴയ ധർമാശുപത്രിയിൽ നിന്ന് ഈ നിലയിലേക്ക് വന്നു, അത് നമ്മൾ കാണാതിരുന്നുണ്ട്. അത് നമ്മൾ കാണണം. ഇപ്പോൾ അവിടുത്തെ OP കൂടിയിട്ടുണ്ട്, IPയും കൂടിയിട്ടുണ്ട്, കുറേയും കൂടി മെച്ചപ്പെട്ട സൗകര്യം ഉണ്ടാകണമെന്ന് നമ്മളൊക്കെ ആഗ്രഹമാണ്. പയ്യന്നൂർ ജീവിക്കുന്ന നമ്മളൊരു ആഗ്രഹമാണ്. ആഗ്രഹം എന്ന് പറയുന്നത് കേരളത്തിലെ ഏതൊരു സ്ഥലത്തെയും ആളുകളെ പോലുള്ള ആഗ്രഹമാണ്. എല്ലായിടത്തും മെച്ചപ്പെടലുണ്ട്, പയ്യന്നൂരിൽ മെച്ചപ്പെടും. മറ്റൊന്ന്, പയ്യന്നൂർ ഗവൺമെൻറ് ആശുപത്രി രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ക്യാമ്പയിൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളോട് ഞങ്ങൾക്കുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഞങ്ങൾ ഈ ഹെൽത്ത് സെക്ടറുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലം ജീവിച്ച ഒരാൾ എന്ന നിലയിലുള്ള അഭിപ്രായം, നിങ്ങൾ ആളുകളെ ഒന്ന് ഡീമോറലൈസ് ചെയ്യരുത്. പ്രത്യേകിച്ച് ഡോക്ടർമാർ, അവരൊക്കെ ചിലപ്പോൾ കുറ്റം കുറവൊക്കെ ഉണ്ടാകും, അതൊക്കെ ചൂണ്ടിക്കാണിക്കണം. പക്ഷേ അവരൊക്കെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അവർ കുടുംബത്തിൻ്റെ ഭാര്യയെ കൂട്ടി ഇവിടെ ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ മക്കളെ കൂട്ടി സിനിമയ്ക്ക് പോകാൻ മറ്റു കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചു കൊണ്ട് നിൽക്കുന്ന പ്രൊഫഷനാണത്. ലൈഫ് സേവ് ചെയ്യുന്ന ആളുകളാണ്. അതിൽ ഞാനങ്ങനെ ഒരു ഓപ്പണായി പറയുന്നത് ശരിയല്ല. താങ്കളിപ്പോൾ എടുത്തുള്ള ക്യാമ്പയിനിൽ പറയുന്ന കാര്യങ്ങളെല്ലാം താങ്കൾക്ക് ഭൂഷണമാണെന്ന് താങ്കൾ ആലോചിക്കുന്നതായിരിക്കും നന്നായി. ഞാനതിൽ കാണുന്നത് തെറ്റ് പുഴുക്കുത്തുണ്ടെങ്കിൽ മാറ്റി നിർത്തണം. ഡോക്ടർമാരായിക്കോട്ടെ, അതായിക്കോട്ടെ, നമ്മൾ സൊസൈറ്റിയിൽ എല്ലാ തലത്തിലുമുള്ള അടുത്തും പുഴുക്കുത്തുകളുണ്ടാകും. അത് ഡോക്ടർമാരുടെ ഇടയിലുണ്ടാകും, ആരോഗ്യ പ്രവർത്തകരുടെ, അവരെ മാറ്റി നിർത്തുക, അവരെ കറക്റ്റ് ചെയ്യുക. അതുകൊണ്ട് ആകെ കമ്മ്യൂണിറ്റി ആകെ അങ്ങനെയാണ് എന്ന് ഒരു പച്ച വെളിച്ചം പച്ച കുത്തരുത് എന്നതാണ് അക്കാര്യത്തിലുള്ള ഒരു നിലപാട്. പയ്യന്നൂർ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടർമാരുണ്ട്. അവരെ നമുക്ക് ഒരു എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതിപ്പം തന്നെ മോശപ്പെട്ട പ്രവണതയിൽ ചില ആളുകളുണ്ട്. എല്ലാ ആളുകൾക്കും എല്ലാ കാലത്തും നല്ല ആളായി നിൽക്കുക, ചില സമയത്ത് ചില നിമിഷങ്ങളിൽ മോശപ്പെട്ട കാര്യമുണ്ട്, അത് അവരെ കറക്റ്റ് ചെയ്ത് വരാം. ആ കറക്റ്റ്
ചെയ്തതിന് വേണ്ടിയുള്ള കലക്റ്റീവായിട്ടുള്ള കാര്യമായിരിക്കും ഉണ്ടാകേണ്ടത്. അത് ആരോഗ്യകരമാകണം, ആളുകൾ മുറയിൽ തകർക്കരുത്. അവർക്ക് കുടുംബമുണ്ട്, അവർക്ക് സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്, അവരുടെ ഒരു സാമൂഹിക ജീവിതമുണ്ട്. അതിലേക്കുള്ള കടന്നുകയറ്റാകരുത്, അധിക്ഷേപമാകരുത്. ഞാനിത് പറയുന്നത് ആ കമ്മ്യൂണിറ്റിയിലെ ചില ആളുകളെല്ലാം പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ ഒരു വികാരപരമായിട്ട് താങ്കൾ കാണുന്നു എന്നതാണ്. ഏതായാലും ഗവൺമെൻറ് ആശുപത്രിയും പയ്യന്നൂരിലെ ആരോഗ്യരംഗവും ഡോക്ടർമാരൊക്കെ ആളുകൾക്ക് ഫേവറായിട്ട് ഉണ്ടാകണം എന്ന ഒരു പോസിറ്റീവായ ഭാഗം എടുക്കുമ്പോഴും അതിൻ്റെ ഒരു നെഗറ്റീവ് ത്തിലേക്ക് പോകരുത് എന്നതാണ് സംബന്ധിച്ചുള്ളത്. ഏതായാലും പയ്യന്നൂർ ഗവൺമെൻറ് ആശുപത്രി നന്നായി മെച്ചപ്പെട്ടു വരും, അതിൻ്റെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. പയ്യന്നൂരിലെ MLA ടി എ മധുസൂദൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം നീക്കുന്നുണ്ട് എന്നതാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ആ കാര്യത്തിൽ ഒരു നന്നായിട്ട് വരും എന്ന് തന്നെയാണ്. അത് ഒന്നുകൂടെ നിർത്തി നിങ്ങളുടെ തിരക്കുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതിനോട് എനിക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെതായ ചില നിലപാടുകളുണ്ട്. താങ്കൾ പറഞ്ഞതിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ശരിയാണ് എന്ന് സ്വയം തീരുമാനിക്കുന്ന ഒരു ജനാധിപത്യ സമൂഹത്തിന് ഒരിക്കലും ഭൂഷണമല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ നമുക്ക് നിർത്തുന്നതിന് മുമ്പ് താങ്കൾ ഇപ്പോൾ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ട് ചുമതല നിർവഹിക്കുന്നു. അതുപോലെ തന്നെ താങ്കളുടെ ഒരു ഫാമിലി, കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചില തലമുറക്ക് സന്തോഷിനെ നന്നായിട്ട് അറിയുന്ന ഒരു തലമുറയുണ്ട്. ഇപ്പോഴത്തെ തലമുറക്ക് അറിയില്ല എന്നതല്ല ഞാൻ പറയുന്നത്. എന്നാൽ താങ്കളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുടുംബം, അതുപോലെ തന്നെ ഫാമിലിയെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അല്ല, അതിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യമായിരുന്നു ആവശ്യം. എൻ്റെ വീട് കണ്ടോത്ത് അറയിലെടുത്താണ്. ഞാൻ പയ്യന്നൂർ മാടായി കോളേജ് പഠിച്ചു. ഉള്ളൊരു സ്കൂളാണ് പഠിച്ചത്, പയ്യന്നൂർ കോളേജ് പഠിച്ചു. ഡിഗ്രിക്ക് മാടായി കോളേജായിരുന്നു, പിന്നെ ഡിഗ്രിക്ക് പയ്യന്നൂർ കോളേജ്. തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജിൽ നിന്നാണ് നിയമബിരുദം പാസ്സായത്. തുടർന്ന് സാമൂഹ്യ കുറച്ചു കാലം പയ്യന്നൂർ കോടതി പ്രാക്ടീസ് ചെയ്തിരുന്നു. പിന്നെ പാർട്ടി ചുമതലയിലേക്ക് വന്നു. കുടുംബം അച്ഛനമ്മയുണ്ട്, 2 സഹോദരിമാരാണ്. അവർ പ്രത്യേകമായി വീടെടുത്ത് താമസമാണ്. എൻ്റെ കൂടെ അച്ഛനും അമ്മയുണ്ട്. ഭാര്യ വിനില, അവൾ SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. കണ്ണൂർ കൃഷ്ണമേനോൻ വനിതാ കോളേജിലെ ചെയർമാനായിരുന്നു. അവളിപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ ബാങ്ക് കൂടിയായിട്ടുള്ള, നാട്ടുകാരുടെ ബാങ്കാണ്, എന്നാലും പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയുള്ള പയ്യന്നൂർ സർവീസ് ബാങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 2 മക്കളാണ്. മൂത്താൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്, രണ്ടാമത്താൾ വെള്ളൂർ ഹൈസ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. താങ്കളെ പാർട്ടി പുതിയ ചുമതലകൾ, ഇപ്പം ഏരിയ സെക്രട്ടറി എന്നുള്ള ചുമതലയാണ് താങ്കൾക്ക് പാർട്ടി നൽകിയിട്ടുള്ളത്. ഭാവിയിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലൊക്കെ വളർന്നു വരാൻ വേണ്ടിയിട്ട് താങ്കൾക്ക് കഴിയട്ടെ. താങ്കളെ ആ രീതിയിൽ പരിഗണിക്കട്ടെ. അല്ല, അതിൽ രാജ്യവാട്ടിനോട്ടുള്ള എനിക്കുള്ള അഭിപ്രായം വ്യത്യാസം എന്ന് പറയുന്നത്, രാഷ്ട്രീയ പ്രവർത്തകർ ജനപ്രതിയാകണം എന്നുള്ള വാശി ഉണ്ടാകരുത്. അതൊരു ശരിയായ കാഴ്ചപ്പാട്, അത് സമൂഹത്തിലൊരു കാഴ്ചപ്പാടാണ്. നിങ്ങളൊരു പഞ്ചായത്ത് മെമ്പർ, മുനിസിപ്പൽ കൗൺസിലറായാൽ അല്ലെങ്കിൽ ഇതായാൽ അങ്ങനെയാണ് ബഹുമാനിക്കപ്പെടുക എന്നതല്ല. ഞങ്ങൾ കാണുന്ന പാർട്ടി പ്രവർത്തനം നടത്താം, മറ്റേത് സെക്കൻഡറിയാണ്. അതുകൊണ്ട് പാർട്ടി രംഗത്ത് കുറേ കൂടി ചുമതല വരട്ടെ എന്ന് പച്ച വെളിച്ചം പറഞ്ഞ് എനിക്ക് സന്തോഷമാണ്. മറ്റേ ഒരു പരാമർശം അത്ര ഒരു സുഖകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആയിക്കോട്ടെ, അത് ഞാൻ ഒരു കോൺട്രവേഴ്സിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല അത് പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യം പറയാം. താങ്കൾക്ക് പാർട്ടിയിൽ ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കാൻ വേണ്ടി പറ്റട്ടെ. താങ്കൾ ഇത്രയും നേരം, വളരെ തിരക്കാണ്, ഒരുപാട് ഫോൺ വന്നിട്ടുണ്ട്, ഇത്രയും നേരം പച്ചവെളിച്ചൊരു ചെറിയൊരു മാധ്യമമാണ്. നമ്മൾ തമ്മിൽ ഒരു സഹോദര സ്നേഹം ഉള്ള ആൾക്കാരാണ്. TV രാജേഷ്, അതുപോലെ തന്നെ P സന്തോഷമൊക്കെ SFI നമ്മുടെ ആ കാലഘട്ടത്തിൽ തന്നെ പ്രവർത്തിച്ച നമ്മുടെ പഴയ SFI സമരസഖാക്കന്മാരാണ്. ആ ഒരു സ്നേഹം TV രാജേഷിനോട്, P സന്തോഷിനോട് അടക്കമുള്ള ആളുകൾക്ക് അന്നും ഇന്നും നമ്മൾക്കൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ ഉയർന്ന രീതിയിൽ വളർന്നു വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു ആളും കൂടിയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പറയാനുണ്ടോ? പച്ചവെളിച്ചത്തിനെ കുറിച്ച് ഒന്നും വിമർശനം ഒന്നുമില്ല, അതൊക്കെ പിന്നീട് പറയാം. ആയിക്കോട്ടെ. ഏതായാലും ഇതുവരെ ഞങ്ങളെ എന്നെ പ്രത്യേകിച്ച് ശ്രവിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും, കണ്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും നന്ദി, നമസ്കാരം. പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.